Good evening, all of you. Good evening, sir. Good evening, Okay. sir. Good evening. വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇന്ന് ഇങ്ങനൊരു അധ്യായം നിങ്ങളുടെ മുന്നിൽ പഠിപ്പിക്കാനായിട്ട് എനിക്ക് അവസരം കിട്ടിയത്. ഞാനും എക്സൈറ്റഡ് ആണ്. നിങ്ങളും ഈ ഒരു മേഖലയെ പറ്റിയിട്ട് മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കും തീർച്ചയായിട്ടും ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുക. എന്താണ് ഈ സംഭവം അല്ലെ? നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് മനസ്സിലാക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് പ്രശാന്ത് എന്നാണ്. ഞാൻ MA സൈക്കോളജി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മെന്റലിസത്തിന്റെ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ട്, ഹിപ്നോട്ടിസത്തിന്റെ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അനവധി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ടുഡേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു മെന്റലിസം. മെന്റലിസത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതിനകത്ത് എന്തെങ്കിലും അത്ഭുതങ്ങൾ ഉണ്ടാകുമെന്ന്. അത്ഭുതങ്ങൾ ഇന്ന് കാണിക്കില്ല. നമ്മുടെ ക്ലാസ് 3-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, 3rd സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ അന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരുപാട് അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം, നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം. വിംബിളിന്റെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ മെന്റലിസം പെർഫോം ചെയ്യുന്നതിന്റെ വീഡിയോസ് അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കാണണം. ഒബ്ജക്റ്റിനെ ടച്ച് ചെയ്യാതെ മൂവ് ചെയ്യുന്നതും, അതുപോലെ തന്നെ ചില വസ്തുക്കളെ നമ്മുടെ കോൺസെൻട്രേഷൻ കൊണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ മൂവ് ചെയ്യിപ്പിക്കുന്നതായിട്ടുള്ള കുറെ അത്ഭുത വിദ്യകൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. നിങ്ങളത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഴ്സ്. ഇപ്പൊ ഈ കോഴ്സ് എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ചെയ്ത് നിങ്ങളെ കാണിക്കുക എന്നുള്ളതല്ല. ആ പെർഫോമൻസ് നിങ്ങൾ എങ്ങനെയാണ് സ്റ്റേജിൽ പോയി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മറ്റു ആളുകളുടെ മുന്നിൽ എങ്ങനെ ചെയ്യണം, ഇതിന്റെ പുറകിലുള്ള സത്യാവസ്ഥ എന്താണ്, ഇത് ആർക്കൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോ നിങ്ങളെല്ലാം ടെലിവിഷനിൽ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള കുറെ മെന്റലിസ്റ്റുകളുണ്ട്, അവരൊക്കെ ചെയ്യുന്നത് കാണാം. എങ്ങനെയാ ചെയ്യുന്നുണ്ടാവുക? അതായത് ക്രഷിന്റെ നെയിം റിവീൽ ചെയ്യുക. അപ്പൊ നിങ്ങളുടെ അടുത്തൊരു ഒരാൾ വന്ന് നിങ്ങളുടെ അടുത്ത് പറയാണ്, നിങ്ങളുടെ 10th നിങ്ങളുടെ ലവറിന്റെ പേര് ഞാൻ കണ്ടുപിടിച്ചു തരാം. നിങ്ങൾ എന്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ പേര് നിങ്ങളുടെ മുഖത്ത് നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്കത് റീഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയിലെ സോങ് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. അപ്പോ ഇതെനിക്ക് പറ്റും, എനിക്ക് സാധിക്കും, ഞാനത് ചെയ്യും. പക്ഷെ ഇതെങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ 2-3 ലെവലുകളായിട്ട് മെന്റലിസം പഠിപ്പിക്കുന്നുണ്ട്. മെന്റലിസം ലെവൽ 1, 2, 3, 4 ഇങ്ങനെ 4 ലെവലായിട്ട്. ഒരു ലെവൽ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെന്റലിസം പെർഫോം ചെയ്യാം. ഞാൻ ഇന്നിവിടെ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഫ്രീ ഫോം മെന്റലിസം എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരാളുടെ ജസ്റ്റേഷൻ കണ്ടിട്ട് അയാളെ നമ്മൾ വാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ ഒരു കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോവാം. അതായത് ഒരു ക്ലാസ് പ്ലാറ്റ്ഫോമിൽ പോകുന്നതിനേക്കാൾ നല്ലത് നമുക്കിങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകാം. അതിന് മുൻപായി നിങ്ങൾ 1-2 ആളുകളെ എനിക്കൊന്ന് പരിചയപ്പെടണമെന്നുണ്ട്. ആരെങ്കിലും 1-2 പേരോ മൈക്ക് ഓൺ ചെയ്ത് നിങ്ങളുടെ കൺസെപ്റ്റിലുള്ള മെന്റലിസം എന്താണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു ക്ലാസ്സിലേക്ക് വരാനുള്ള കാരണം എന്ന് ജസ്റ്റ് ഒരു 1 or 2 minutes എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പറയാം. എനിക്ക് നിങ്ങളൊന്ന് കേൾക്കണം എന്നാഗ്രഹമുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സാർ ഞാൻ പറയാം. ഞാൻ ശബ്ദ, യെസ്. പാലക്കാട് നിന്നാണ്. ഞാന് ഒരു ഹൗസ് വൈഫാണ് ഇപ്പൊ കുറച്ചു ഓക്കെ. കാലമായിട്ട്. ഓക്കെ. കുട്ടികളൊക്കെ ആയപ്പോ അങ്ങനെ കരിയറിന്ന് ബ്രേക്ക് എടുത്തതാണ്. പിന്നെ അതിനുശേഷം ഇപ്പൊ ഞാന് എല്ലാം ഒന്ന് ബ്രഷപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് MA സൈക്കോളജി കഴിഞ്ഞതാണ് ഞാന്. ഇപ്പൊ MSc CFT എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് ഡിസ്റ്റൻസിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഓക്കെ. ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു മാർഗം എന്നുള്ള രീതിയിൽ PNB MetLifeൽ സീനിയർ ലൈഫ് പോർട്ട്ഫോളിയോ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഹൈബ്രിഡ് ആണ്, ഫുൾ ടൈം അല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ മക്കളുടെ കാര്യങ്ങളും ചെയ്യാം, ജോലിക്കും പോവാം, അങ്ങനെ ഒരു കണ്ടീഷനാണ്. കുഴപ്പമില്ല. ഞാൻ ഇതിൽ വന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കസ്റ്റമറിനെ എനിക്ക് ഈ മെന്റലിസം കൊണ്ട് എങ്ങനെയെങ്കിലും ഇൻവെസ്റ്റ്മെന്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു എന്റെ ഉദ്ദേശം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ്സിൽ കയറിയത്. അങ്ങനെ ആയിരുന്നു എന്നല്ല, അങ്ങനെയാണ് കേട്ടോ. അതൊരു ഓക്കെ ഓക്കെ പാസ്റ്റ് ടെൻസ് അല്ല. ഓക്കെ. ഓക്കെ ഞാൻ ഓക്കെ, താങ്ക് യു. നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ അടുത്ത് കാര്യങ്ങൾ കൺവേ ചെയ്തു. ഒരു മെന്റലിസ്റ്റ് എപ്പോഴും എങ്ങനെയായിരിക്കണം, എന്താണ് മെന്റലിസം, അത് എങ്ങനെയാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്, അത് നമ്മളുടെ ജീവിത സാഹചര്യത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ 1 മണിക്കൂർ കൊണ്ട് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ എന്നോട് പലരും ചോദിക്കാറുണ്ട്, മെന്റലിസം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ചേഞ്ചസ് വരുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും വരും. അതായത് മെന്റലിസം പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നമ്മുടെ ആളുകള് നമ്മുടെ നാട്ടിൻ പുറത്ത് നമ്മളെ കുട്ടിച്ചാത്തൻ എന്നൊക്കെ പറയും. അവന് കുട്ടിച്ചാത്തൻ സേവ എടുത്ത് പറയും. കാരണം നമ്മൾ ഇങ്ങനെ കൈകൊണ്ടൊക്കെ കാണിച്ച ഒരു ഒബ്ജക്റ്റിനെ ഇങ്ങനെ തട്ടിയിടുക, അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയാം. അപ്പൊ നമ്മുടെ മുഖത്തേക്ക് നോക്കാനൊക്കെ ഇവർക്ക് ഒരു പേടി ഉണ്ടാവും. നമ്മൾ ഇവരെന്തെങ്കിലും റീഡ് ചെയ്യോ, അയ്യോ ഞാൻ ഇവനെ പറ്റി ചിന്തിച്ചൊക്കെ. അപ്പൊ ഒരു പരിധി വരെ
എങ്ങനെ ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതായത് എങ്ങനെയാണെന്ന് എനിക്കിപ്പോ പറഞ്ഞുതരാൻ പറ്റില്ല, അത് ഞാൻ ക്ലാസ്സിൽ പറയും. നമുക്ക് ആദ്യം കുറച്ച് ഫ്രീ ഫോമിലേക്ക് പോവാം. അത്ഭുതങ്ങൾ ഇതിനകത്ത് നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അതൊരു ധാരണയാണ്. അത്ഭുതങ്ങൾ നടക്കുന്നു എന്ന് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിനകത്ത് ഇപ്പൊ തോന്നുന്ന ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും കാണുന്നവർക്ക് അതൊരു അത്ഭുതം തന്നെയല്ലേ. അതായത് ഇപ്പൊ നമ്മൾ സ്റ്റേജ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സ്റ്റേജിൽ നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല, ഒരു വെറുതെ ഒരു വൈറ്റ് A4 ഷീറ്റ്. നമ്മൾ ഒരു ആളെ നമ്മൾ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. അവരോട് നമ്മൾ പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 1-നും 20-നും ഇടയ്ക്കുള്ള ഒരു 2 ഡിജിറ്റ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ പറയുക. അപ്പൊ എന്റെ കയ്യിൽ ഒന്നുമില്ല, ഒരു പേപ്പർ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ആ പേപ്പർ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവര് ഇങ്ങനെ വന്ന് വരും, അവർ പറയാണ് ഞാൻ അപ്പൊ നിങ്ങൾ ചോദിക്കുക നിങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവർ പറയും 22. ഓക്കെ, അപ്പൊ നമ്മൾ ആ പേപ്പറിൽ യാതൊരു പ്രഡിക്ഷൻസും ഇല്ല. ഇവർ 22 പറയുന്നു, നമ്മൾ ഇന്ന ആളെ വിളിക്കുന്നു, ഒന്നും പ്രഡിക്ഷൻസ് ഇല്ല. നമ്മൾ വിളിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ സാധാരണ വിളിക്കുന്ന വെച്ചാൽ ഒരു റബ്ബർ ബോൾ എടുത്തിട്ട് ഞാൻ പുറം തിരിഞ്ഞിങ്ങനെ ഇടും. ആ ബോൾ ആരെ മേലാണോ വന്ന് വീണത് അവരാണ് ഇത് പറയുന്നത്. അപ്പൊ പിന്നെ അങ്ങനെ ഒരു ചിന്താഗതിക്കും സാധ്യതകൾ വളരെ കുറവാണ്. സോ ഇത് എങ്ങനെ സംഭവിക്കുന്നു? അപ്പൊ അവർ 22 എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾ വിചാരിക്കും ഇവൻ പെട്ടു, കാരണം ഇവനതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം 21 ഉണ്ട്, 22 ഉണ്ട്, 23 ഉണ്ട്, 20 പോസിബിലിറ്റീസ് ഉണ്ട് അല്ലെ. 1 to 20 വരെ 20 പോസിബിലിറ്റീസ് ഉണ്ട്. സോ നമ്മളതിൽ 22 തന്നെ എഴുതിയിട്ടുണ്ടാവും, കാണാൻ സാധിക്കും. നമ്മുടെ കയ്യിൽ 10 ഇല്ല, വേറൊന്നുമില്ല. സോ ഇതെങ്ങനെ സാധിക്കുന്നു? സോ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മെന്റലിസത്തിൽ പഠിക്കാവുന്നതാണ്. സോ എന്താണ് ഫ്രീ ഫോം മെന്റലിസം? മെന്റലിസം എന്താണ്? നിങ്ങൾക്ക് ഒരാളും കൂടെ മൈക്ക് ഓൺ ചെയ്യണം. നിങ്ങൾ മനസ്സിലാക്കിയ മെന്റലിസം എന്താണ്? ഒന്ന് എന്നോട് പറയാമോ? ഓക്കെ, നിങ്ങൾ എന്താണ് മെന്റലിസം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്? ഇതൊരു പെർഫോമൻസ് ആണോ, റിയൽ ആണോ, അല്ലെങ്കിൽ ഒരു ആർട്ട് ഫോം ആണോ? എന്താ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ഒരാളൊന്ന് ഓൺ ചെയ്തിട്ട് പറയും. നിങ്ങളുടെ ധാരണ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ആരാ പറയാ ധൈര്യത്തോടു കൂടി? കുറെ പേരുണ്ടല്ലോ ഇതിനകത്ത്. ഓക്കെ, ഞാൻ ഒരാളെ വിളിക്കാം. ഞാൻ സ്ലോട്ട് ഇട്ടിട്ട് ഒരാളെ വിളിക്കാം. അദ്ദേഹം ഒന്ന് പുറത്തോട്ട് വരാം. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് ബിസിനസ്സിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിൽ എങ്ങനെ നിങ്ങൾക്ക് ആളുകളെ നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാക്കാം, ഒരു കസ്റ്റമറിനെ എങ്ങനെ നമ്മുടെ വസ്തു അവരിൽ നിന്ന് എടുക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, നമ്മളെ റെസ്പെക്ട് ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ നമ്മുടെ പേഴ്സണാലിറ്റി എങ്ങനെ ഹൈക്ക് ചെയ്യാം, തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് ചെയ്യാവുന്നതാണ്. സോ ഞാൻ വിളിക്കാം. എനിക്ക് തോന്നുന്നില്ലാത്ത കുറെ ഡോക്ടേഴ്സ് ഉണ്ട്. സോ ഡോക്ടർ മുസിൽ മുസിൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് തോന്നുന്നു അല്ലെ. നിങ്ങൾ ഒന്ന് പറയാവോ, എന്താ താങ്കൾക്ക് മെന്റലിസം എന്നുള്ള രീതിയിൽ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് പറയാവോ? ഹായ്, ഞാൻ ഡ്രൈവിങ്ങിലാണ്. സോ അങ്ങനെ പതുക്കെ കുഴപ്പമില്ല, പറയാം. വീഡിയോ ഓൺ ചെയ്യണ്ട, ഓക്കെ ഓഡിയോ ഓക്കെ. പറഞ്ഞ. പിന്നെ ഞാൻ മെന്റലിസത്തിനെ കുറിച്ച് ഇങ്ങനെ ബേസിക് ഐഡിയ മാത്രമേ ഉള്ളൂ. അപ്പോ അത് എന്താ പറയാ, ഒരു മാജിക് ആണ്. മാജിക്കും ആണ്, മൈൻഡ് റീഡിങ്ങും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള വെരി ഒരു ഗുഡ്, സംഗതിയാണ്. വെരി ഗുഡ്. അതിനാണ് ആൻസർ കേട്ടോ. വെരി ഗുഡ്, താങ്ക് യു ഡോക്ടർ മുസ്ലിം. അപ്പൊ അദ്ദേഹം ഡ്രൈവിങ്ങിലാണ്. സോ എന്നാലും കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. മെന്റലിസം എന്ന് പറയുന്നത് ഒരു ആർട്ട് പെർഫോമൻസ് ആണ് എന്ന് പറഞ്ഞ് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും? ഇറ്റ്സ് പ്യുവർ കംപ്ലീറ്റ്ലി ആർട്ട് പെർഫോമൻസ് ആണ്. പക്ഷെ അതിന്റെ കൂട്ടത്തില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചില കാര്യങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എങ്ങനെയാണ് ആളെ കണ്ടു കഴിഞ്ഞാൽ, നീ ഇന്ന് ഇതാണല്ലേ കഴിച്ചത്. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ ചോദിക്കുകയാണ്, താങ്കൾ ഇന്ന് രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡലി ആയിരുന്നല്ലേ? അതിന്റെ കൂട്ടത്തിൽ ഇഷ്ടമായിരുന്നു നിങ്ങൾ കഴിച്ചിരുന്നത്. കാരണം അവര് ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി, കാരണം നിങ്ങൾ എന്റെ വീട്ടിലോട്ട് വന്നിട്ടില്ല. അതെങ്ങനെ മനസ്സിലാക്കുന്നു? സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. അതായത് ഇന്നലെ രാത്രി നിങ്ങൾ ഉറങ്ങിയിട്ടില്ല, ഇന്നലെ രാത്രി നിങ്ങളെ ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ട് അലട്ടിയിരുന്നു. അപ്പോൾ ആളുകൾ പറയും നിങ്ങൾക്കൊരു കൈനോട്ടത്തിന് ഇരുന്നൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവി പ്രവചിച്ചൂടെ, ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ. ഇപ്പൊ നമ്മളിത് പഠിച്ചു നമുക്ക് അതൊക്കെ ചെയ്യാൻ തോന്നും. ആരും പോയി ഭാവി പ്രവചിക്കാനോ അല്ലെങ്കിൽ ഇയാളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഒന്നും നിൽക്കരുത്. ഞാൻ പറയാം, നമുക്ക് തന്നെ സെൽഫായിട്ട് നമ്മളെ പറ്റി ഞാൻ വലിയ സംഭവമാണല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ആരും അത് ചെയ്യരുത്. ഞാൻ മെന്റലിസ്റ്റിലെ ഏറ്റവും പ്രോ ആയിട്ടുള്ള, അതായത് ആളുകൾ 25,000 വിൽക്കുന്ന ഒരു സാധനമാണ് ഇന്ന്. അതിന്റെ ഒരു എന്നെ ആരും പിടിച്ച് തല്ലരുത്, മെന്റലിസ്റ്റുകൾ എന്നെ പിടിച്ച് തല്ലരുത്. കാരണം പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവർക്ക് കുറച്ച് കൊടുക്കണം എന്ന ആഗ്രഹം കൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത്.
കൊടുക്കുന്നത്. അപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മെന്റലിസ്റ്റുകൾ ഭയക്കണ്ട, നിങ്ങളെ കഞ്ഞിയിൽ ഞാനൊരു പറ്റ വാരിയിടില്ല, ഒരിക്കലും ഇടില്ല. പക്ഷെ ഇത് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ തീർച്ചയായിട്ടും പഠിപ്പിക്കും. സോ ഇവിടെ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത് ഫ്രീ ഫോം മെന്റലിസം ആണ്. അപ്പൊ ഫ്രീ ഫോം മെന്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുൻകൂട്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ട്രിക്കുകള്, നിർദ്ദിഷ്ട സ്ക്രിപ്റ്റുകള്, അതുപോലെ തന്നെ ഗിമ്മിക്സുകള്. എന്താണ് ഗിമ്മിക്സ്? അതായത് ഇപ്പം അതെന്താന്ന് പറഞ്ഞാൽ അതിന്റെ ട്രിക്സ് പോയി. ഇതാണ് ഈ ക്ലാസ് ട്രിക്കിൽ ഭയങ്കര കോംപ്ലിക്കേഷൻ ആണ്. കാരണം എന്ത് പറഞ്ഞാലും അതൊക്കെ എന്റെ കയ്യിൽ നിന്ന് പോവും, അതാണ് ഒരു പ്രശ്നം. ഗിമ്മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പെർഫോമൻസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആവട്ടെ, ഒരു സർക്കംസ്റ്റാൻസസ് ആവട്ടെ, ഒരാളാകട്ടെ, ഒരു വസ്തു ആവട്ടെ, എന്തെങ്കിലും ആവട്ടെ, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അത് വെച്ചാണ് നമുക്ക് മെന്റലിസ്റ്റിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഗിമിക്സ് ആണ്. ഗിമിക്സ് എന്ന് പറഞ്ഞാൽ അതിലാണ് ആ പെർഫോമൻസ് നമുക്ക് കാഴ്ചവെക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഫ്രീ ഫോം മെന്റലിസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇറ്റ്സ് നോട്ട് ഇതൊരു ട്രിക്ക് അല്ല. നമ്മുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ കഴിവ് നമ്മൾ വളരെ എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്ന ഒരു മെന്റലിസം പെർഫോമൻസ് ആണ് ഫ്രീ ഫോം പെർഫോമൻസ്. അപ്പൊ സാധാരണ മെന്റലിസം എന്താണ്? സാധാരണ മെന്റലിസം നമ്മുടെ കഴിവിന് യാതൊരു പ്രാധാന്യം ഇല്ല. എന്തിനാണ് കഴിവ് വരുന്നത്? ഗിമിക്സിനാണ് കഴിവ്, അല്ലെ? അപ്പൊ നമുക്ക് ഒരാളെ അത്ഭുതകരമായിട്ട് മാറ്റാൻ നമുക്ക് 1-2 മാസത്തെ കോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ 1-2 ദിവസത്തെ ഒരു ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു കോഴ്സ് കൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് സ്റ്റേജിൽ കയറി മെന്റലിസം പെർഫോം ചെയ്യാം. പക്ഷെ ഫ്രീ ഫോം മെന്റലിസം എന്ന് പറയുന്നത് അത് പഠിച്ചിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിന്റെ കയ്യിൽ നിന്നോ, അല്ലെങ്കിൽ മെന്റലിസം സൈക്കോളജിയും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഡീൽ ചെയ്യുന്ന ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ നമ്മളെ ചുറ്റുണ്ട്. അവരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ഫ്രീ ഫോം മെന്റലിസം പഠിക്കുന്നത്. അതിന്റെ ഒരു ചെറിയ വേർഷനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ അതെന്താണ് ഫ്രീ ഫോം മെന്റലിസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അല്ലെ? നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ ഒരു സാധനവും ഇല്ലാതെ നമ്മളൊരു മെന്റലിസം ചെയ്യുന്നതാണ് ഫ്രീ ഫോം മെന്റലിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് നോക്കിയിട്ട് ഞാനൊരു ട്രിക്ക് റിവീൽ ചെയ്യാം. ഒരു കൊച്ചു ട്രിക്ക് നിങ്ങൾക്ക് വീട്ടിലൊക്കെ പോയി ചെയ്യാവുന്ന ഒരു കൊച്ചു ട്രിക്ക് ഞാൻ റിവീൽ ചെയ്യാം. ഓക്കെ, അതിന് എനിക്ക് ഒരാൾ വരേണ്ടി വരും. നിങ്ങൾ ആരും ലെഫ്റ്റ് അടിച്ച് പോകരുത്. കാരണം നിങ്ങൾ ലെഫ്റ്റ് അടിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെ ലാസ്റ്റ് ആണ് ഞാൻ ആ ട്രിക്ക് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. സോ അതുവരെ നിങ്ങൾ ഇതിനകത്ത് തുടരുക. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു, ഇതൊന്നും ഇല്ലാതെ അയാളുടെ പ്രേക്ഷകന്റെ പ്രതികരണം, പ്രേക്ഷകന്റെ ശരീരഭാഷ, സംസാര ശൈലി, അതുപോലെ തന്നെ സാഹചര്യങ്ങള്, മനഃശാസ്ത്രം, നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അഥവാ സജഷൻസ്, നമ്മളുടെ ഒബ്സർവേഷൻ അഥവാ നിരീക്ഷണം, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഉപയോഗിച്ച് ഒരു അസാധാരണ മാനസിക കഴിവുകൾ ഉള്ളതുപോലെ അനുഭവം സൃഷ്ടിക്കുന്ന ഒരു കലയെ പറയുന്ന പേരാണ് ഫ്രീ ഫോം മെന്റലിസം. അതായത് നമുക്ക് എന്തൊക്കെയോ അസാധാരണപരമായിട്ടുള്ള കഴിവുകൾ ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്താം. ഇപ്പൊ നിങ്ങൾ റീസെന്റ് കണ്ടിട്ടുള്ള ഒരു സാധനം പറയാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ ഒരെണ്ണം പറയാം. ഒരു ഫോൺ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. ആ ഫോൺ, നിങ്ങളുടെ തന്നെ ഫോൺ നിങ്ങളുടെ കയ്യിൽ വെക്കുന്നു. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് ആ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോകും. ചെയ്യാവുന്നതാണ്. നിങ്ങളവിടെ കാണുന്നില്ലല്ലോ, കണ്ടാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ പോട്ടെ, ആ ഫോൺ തന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് നമ്മൾ കുറച്ച് എന്തോ ഒരു മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്ന സമയത്ത് ആ ഫോൺ ഇങ്ങനെ ഓൺ ചെയ്യുക, ഓഫ് ആവുക, ഓൺ ചെയ്യുക, ഓഫ് ആവും. അങ്ങനെ സംഭവിക്കും. അങ്ങനത്തെ വീഡിയോ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് നിങ്ങളെ സമൂഹത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ നിങ്ങൾ എന്ത് വിളിക്കും? പോട്ടെ, ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുക, അല്ലെങ്കിൽ അയാൾ കണ്ണടച്ച് നിൽക്കുക. നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് കൈകൊണ്ട് ജസ്റ്റ് ഒരു വേവ്സ് അങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് അയാൾ പുറകിലോട്ട് മലന്നടിച്ചു വീഴും. സോ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിളിക്കും? എന്ത് വിളിക്കും? നിങ്ങൾ പറയും. നിങ്ങൾ ഇത് ചെയ്തു, ആളുകൾ നിങ്ങൾ എന്താ വിളിക്കുക? മനുഷ്യൻ വിളിക്കോ? അല്ലെങ്കിൽ നല്ല മനുഷ്യൻ വിളിക്കോ? എന്താ വിളിക്കുക? ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഇയാൾക്ക് എന്തോ ഒരു സേവയുണ്ടെന്ന് വിളിക്കും, അല്ലെ? നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? എന്താ അതിനെ പറയാ? നിങ്ങളുടെ നാട്ടില് ഓരോ നാടുകളിലും ഓരോ ടൈപ്പാണല്ലോ. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. ഒരു എന്തോ സംതിങ് അയാൾക്ക് എന്തോ കഴിവുണ്ട് എന്നുള്ള രീതിയിൽ വിളിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അവിടെ ഒരു എന്താ ലോക്ക് ചെയ്തിരിക്കുന്ന ഫോണിന്റെ പാസ്വേഡ് പറഞ്ഞു കൊടുക്കാതെ തന്നെ അത് നമ്മൾ തിങ്കളാഴ്ചത്തെ കോഴ്സിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ATM കാർഡ്, അതിന് നമ്പർ പറയുകയാണെങ്കിലോ? അത് ഭയങ്കര അക്രമമായി പോയി. പോട്ടെ, നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ പാസ്വേഡ് നമ്മൾ അങ്ങ് തുറക്കുന്നു, നിങ്ങൾ ആ ഫോൺ തരുന്നു, ഞങ്ങൾ അങ്ങ് ഓപ്പൺ ചെയ്യുന്നു. അതൊക്കെ പോട്ടെ, നിങ്ങൾ ATM കാർഡിന്റെ പിന്ന് കണ്ടുപിടിച്ചാലോ? അപ്പൊ പിന്നെ മെന്റലിസ്റ്റിന്റെ അടുത്ത് പോവാണ്ടിരിക്കാൻ നല്ലത്, അല്ലെ? തീർച്ചയായിട്ടും എന്റെ കൂടെയുള്ള എല്ലാ മെന്റലിസ്റ്റുകളും, ഇവിടെ മെന്റലിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന, ലേബൽ അറിയപ്പെടുന്ന എല്ലാവരും ഇത് ചെയ്യും.
ഇത് ചെയ്യാനായിട്ട് വലിയ പരിപാടികളൊന്നുമില്ല. സോ അത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ ഇന്ന് പഠിപ്പിക്കുന്നത് റീഫോം മെന്റലിസം ആണ്. ഞാൻ നിങ്ങൾ ചോദിച്ചുകൊണ്ട് അത് പറഞ്ഞതാണ്. ഞാൻ മറന്നുപോയി, ഇങ്ങനത്തെ കുറച്ച് ട്രിക്സുകളൊക്കെ ഉണ്ടല്ലോ എന്നുള്ളത് മറന്നുപോയി. ഇതൊക്കെ നമുക്ക് ചെയ്യാം, നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ നിങ്ങൾ ഒരിക്കലും മെന്റലിസം ഒരു അൺഎത്തിക്കലായിട്ടുള്ള പ്രാക്ടീസസിന് വേണ്ടി യൂസ് ചെയ്യരുത്. കാരണം അത് നമുക്ക് നിയമപരമായിട്ടുള്ള കുടുക്കുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇതൊരു ഷോ ആയിട്ട് ഒക്കെ പോട്ടെ. നിങ്ങൾ കണ്ടിട്ടില്ല, എൻ്റെ ഒരു സുഹൃത്ത് മെന്റലിസ്റ്റ് അർജുൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം, നിങ്ങൾ കേട്ടിട്ടുണ്ടോ, മെന്റലിസ്റ്റ് അർജുൻ അടിച്ചു കൊടുത്തതാണ്. അദ്ദേഹം ഒരു കമ്പി ഇപ്പുറത്തൂടെ കുത്തിയിട്ട് അപ്പുറത്തൂടെ എടുക്കുകയാണ്. സ്കിന്നിന്റെ ഉള്ളിൽ കൂടെ ഒരു സൂചി ഇങ്ങനെ കുത്തി ഇറക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ ലൈവായിട്ടാണ് ചെയ്യുന്നത്, അല്ലാതെ വെറുതെ ഇങ്ങനെ വെറുതെ പറയുകയല്ല. ലൈവായിട്ട് നമ്മളെ മുന്നിൽ വെച്ചിട്ട് ചെയ്യുന്ന പെർഫോമൻസ് ആണ്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങളുടെ മൈൻഡിൽ നിന്ന് മാച്ച് കളയാനും നമുക്ക് എന്ത് പറ്റും? മെന്റലിസത്തിലൂടെയുള്ള ഹിപ്നോതെറാപ്പി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്, ഹിപ്നോട്ടിസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അതൊക്കെ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പേര് മറക്കാൻ പറ്റും. നിങ്ങൾ വന്നിട്ടുള്ള കാർ എവിടെ പാർക്ക് ചെയ്തേക്കുന്നത് പോലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൊക്കെ ചെയ്യാൻ പറ്റും. അത് രണ്ടുകൂടെ ക്ലബ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഒരുപാട് എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഫ്രീ ഫോം മെന്റലിസം എന്ന് പറയുന്നത് ഒരു സ്ക്രിപ്റ്റ് ഫോളോ ചെയ്യാതെ ചെയ്യുന്ന പെർഫോമൻസ് ആണ് ഫ്രീ ഫോം മെന്റലിസം എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ഹിസ്റ്ററിയിലേക്ക് പോകുന്ന സമയത്ത്, പുരാതന കാലഘട്ടത്തിലെ ആൻഷ്യന്റ് സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? മനുഷ്യര് എപ്പോഴും പെരുമാറ്റത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രവചനങ്ങൾ നടത്തുന്നുണ്ട്. അതെങ്ങനെയാണ്? ചില സജഷൻസ് ഉപയോഗിച്ച്. ഇപ്പൊ ചില പക്ഷികളുടെ ശബ്ദങ്ങൾ കേൾക്കുന്ന സമയത്ത്, ചില മൃഗങ്ങളുടെ ശബ്ദങ്ങൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ പറയും മഴ പെയ്യാറായിട്ടുണ്ട്, ഇന്ന് മഴ പെയ്യും. അന്നത്തെ കാലത്ത് കാലാവസ്ഥ നിരീക്ഷണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പ്രഡിക്ഷൻസ് ഉപയോഗിച്ചിട്ടാണ് അവർ ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. സോ അത് ഗ്രീക്ക് കാലഘട്ടമായപ്പോഴേക്കും ഇതിനെ വിളിക്കുന്ന പേര് ആംബിഗ്യസ് സ്റ്റേറ്റ്മെന്റ് എന്നാണ്. സൈക്കോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻസ് നടത്തിയിട്ട് ഇങ്ങനെ ചെയ്തിരുന്നു. 1800 ആയപ്പോഴേക്കും മസിൽ റീഡിങ്ങിനെ പറ്റിയിട്ട് പഠനങ്ങൾ നടത്തും. അതായത് ഒരാളുടെ ഫേഷ്യൽ മസിൽസ്, ഒരാളെ കള്ളം പറയുമ്പോൾ എങ്ങനെയാണ് അയാളുടെ ഫേഷ്യൽ മസിൽസ്, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതൊരു ഫ്രീ വെബിനാർ ആയതുകൊണ്ട് ഞാൻ അതിന്റെ പരിമിതി നിന്നുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് ആരും ലെഫ്റ്റ് ചെയ്യരുത്. തീർച്ചയായിട്ടും ഒരു വെർത്തായിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ കോണ്ടാക്ട് മൈൻഡ് റീഡിങ്, കോൾഡ് റീഡിങ്, ഹോട്ട് റീഡിങ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മനുഷ്യന്റെ ആ ഒരു ആവിർഭാവം തൊട്ട് തന്നെ നമ്മളെ പ്രകൃതിയിലൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ്. 1900 ഒക്കെ ആയപ്പോഴേക്കും സ്റ്റേജ് മെന്റലിസത്തിന്റെ പ്രാധാന്യം വളർന്നു വന്നു. ഇനി കാണുന്ന തരത്തിലുള്ള മെന്റലിസ്റ്റുകളൊക്കെ ആവിർഭവിക്കാനായിട്ട് തുടങ്ങി. അതോടൊപ്പം തന്നെ സൈക്കോളജിസ്റ്റുകൾ, സൈക്കോളജിക്കൽ മെന്റലിസ്റ്റ് ഒക്കെ ആ കാലഘട്ടത്തിൽ സ്റ്റാർട്ട് ചെയ്തു. പ്രമുഖരായിട്ടുള്ള മെന്റലിസ്റ്റിന്റെ പിതാവ് എന്നറിയപ്പെടാനായിട്ട് നമുക്ക് ഒരാളെ പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഡെറൻ ബ്രൗൺ, അതുപോലെ തന്നെ മാക്സ് മാവൻ, അതുപോലെ തന്നെ ബെനേക് തുടങ്ങിയിട്ടുള്ള മെന്റലിസ്റ്റുകളാണ് ഫ്രീ ഫോം മെന്റലിസം എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്നത്. അതായത് മാജിക് അല്ലാതെ, ഇപ്പൊ ഞാൻ പറഞ്ഞ മെന്റലിസം 2 തട്ടിലുണ്ട്. ഒന്ന് പ്യുവർ മാജിക്, അതായത് ഗിമിക്സ് യൂസ് ചെയ്തുകൊണ്ട് ഭാവി പ്രവചിക്കുക, അല്ലെങ്കിൽ ഗിമിക്സ് യൂസ് ചെയ്തുകൊണ്ട് അയാളുടെ മനസ്സിലുള്ള സോങ്ങിനെ കൊണ്ടുവരിക, ഗിമിക്സ് യൂസ് ചെയ്തുകൊണ്ട് അയാൾ ചിന്തിക്കുന്ന ആളുടെ പേര് കൊണ്ടുവരിക, ഗിമിക്സ് യൂസ് ചെയ്തുകൊണ്ട് അയാളുടെ മനസ്സിലുള്ള ഡിജിറ്റ്സ് കൊണ്ടുവരിക. എന്തും, അയാളുടെ മനസ്സിലുള്ള എന്തും നമുക്ക് ഗിമിക്സ് യൂസ് ചെയ്തുകൊണ്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. അതല്ല നമുക്ക് പ്യുവർ മെന്റലിസം എന്ന് പറയുന്നത്. അത് ആർക്കും ഒരു പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. ഇവിടെ നമ്മൾ പറയുന്നത് ഫ്രീ ഫോം മെന്റലിസം, അതായത് വളരെ കഷ്ടപ്പെട്ട്, അതായത് ഒരാളെ ഒബ്സർവ് ചെയ്തിട്ട് വിജയ സാധ്യത വളരെ കുറവുള്ള ഒരു ഏരിയ. അതാണ് നമ്മൾ സൈക്കോളജിസ്റ്റുകൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. ഓക്കെ, ദ ഫിലോസഫി ഓഫ് ഫ്രീ ഫോം മെന്റലിസം. ഒരു മെന്റലിസ്റ്റ് എന്ന് പറയുന്നത് ഒരാളുടെ മനസ്സ് പൂർണ്ണമായിട്ടും വായിക്കുന്നില്ല. അതേസമയം തന്നെ അവർ ചെയ്യുന്ന മെത്തേഡുകൾ എന്തൊക്കെയാണ്, അതാണ് നിങ്ങൾ ആസ് എ സൈക്കോളജിസ്റ്റ് നിലയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ നിരീക്ഷിക്കുക, അവരെ പല രീതിയിൽ നിരീക്ഷിക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ. പാർട്ടിസിപ്പൻസ് ഒബ്സർവേഷൻസ് ഉണ്ട്. അവരുടെ കൂടെ ഒരാളായി മാറി അവരെ നിരീക്ഷിക്കുക. അല്ലെങ്കിൽ അവർ, ഇപ്പൊ കഴിഞ്ഞ ദിവസം അനന്ത് ഒരു സ്റ്റേജ് ഷോയിൽ പറയുന്നത് കേട്ടു, നിങ്ങളുടെ കയ്യിൽ മുട്ടകടി, നിങ്ങളുടെ ഹോസ്റ്റലിൽ മുട്ടകടി ഉണ്ടല്ലോ എന്ന്, അല്ലെ? അനന്ത് പറയുന്ന ആ കുട്ടി അന്തം വിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി എന്റെ ഹോസ്റ്റലിൽ മുട്ടകടി? ഒന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ മുട്ട കടിച്ച പാടുണ്ട്. സോ ഇതപ്പോ അവിടെ നമ്മൾ പറയുകയാണ് ചെയ്യുന്നത്. അനന്തോടെ പറയുന്നുണ്ട്, മുട്ടടിച്ച പാടുകൊണ്ട് നിങ്ങൾ മുട്ടടിച്ച് മനസ്സിലായി. നിങ്ങൾക്ക് ഉറക്കമില്ല, നിങ്ങളുടെ കണ്ണിന്റെ താഴെ കറുപ്പ് കളറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു മെന്റലിസ്റ്റ് ഒബ്സർവ് ചെയ്യും.
സാധാരണയുള്ള ആളുകൾ ഒബ്സർവ് ചെയ്യുന്നത് പോലെയല്ല മെന്റലിസ്റ്റുകൾ ഒബ്സർവ് ചെയ്യുന്നത് മാത്രം. സോ ആ ഒബ്സർവേഷൻ സ്കില്ലാണ് നിങ്ങൾക്ക് മെന്റലിസ്റ്റിലൂടെ ഉണ്ടാക്കി തരുന്നത്. സോ ഈ സ്കിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ക്ലയന്റിനെ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ക്ലയന്റ് പറയുന്ന കാര്യങ്ങൾ സത്യമാണോ, അല്ലെങ്കിൽ ക്ലയന്റ് തന്നെയാണോ യഥാർത്ഥ ക്ലയന്റ് എന്നും നിങ്ങൾക്ക് സംശയം ഉണ്ടാകും ചില കേസിൽ. കാരണം നമ്മളടുത്ത് വരുന്ന ക്ലയന്റ് ചിലപ്പോൾ ഒരു മാനസിക രോഗിയായിരിക്കും അയാളുടെ ബൈസ്റ്റാൻഡർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ തരുന്ന ആള്. അപ്പോൾ അയാൾ തന്നെയാണോ ക്ലയന്റ് എന്ന് പോലും നമുക്ക് ഉറപ്പില്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. സോ നമുക്ക് ഒബ്സർവേഷൻ സ്കില്ല് ഒരു സൈക്കോളജിസ്റ്റ് മസ്റ്റ് ആയിട്ടും വേണം. സെക്കൻഡ് വൺ ഈസ് സൈക്കോളജി, അവരുടെ മനഃശാസ്ത്രം. നമ്മളെല്ലാം സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറിയും സ്കിന്നറിന്റെ തിയറിയും പാവ്ലോവിന്റെ തിയറിയും ഒക്കെ പഠിച്ചു വരുന്ന സൈക്കോളജിസ്റ്റുകളാണ്. ആർക്കെങ്കിലും ഒരാളുടെ യഥാർത്ഥ മനഃശാസ്ത്രം പറയാൻ സാധിക്കുമോ? നിങ്ങൾ സൈക്കോളജിസ്റ്റ് ആണെന്നിട്ട് മറ്റുള്ള ആൾക്കാർ നിങ്ങളെ ചിന്തിക്കുന്നത് എന്റെ മനസ്സ് നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റും? ഒരിക്കലും ഇല്ല. ഞാൻ അങ്ങനെ ഒരു റീഡറൊന്നുമല്ല, യഥാർത്ഥത്തിൽ അങ്ങനെ റീഡർ അല്ല. പക്ഷേ ഒബ്സർവേഷൻ എന്ന് പറയുന്ന സ്കില്ല് നമ്മൾ ആരും പഠിക്കുന്നില്ല. ഒരു PGയിൽ നിന്നും നമുക്ക് ഒബ്സർവേഷൻ കിട്ടുന്നില്ല. ഒരു PGയിൽ അത് പഠിപ്പിക്കുന്നേ ഇല്ല. ആകെ എവിടെ പഠിപ്പിക്കുന്നു? റിസർച്ച് മെത്തഡോളജിയിലെ ടൈപ്സ് ഓഫ് റിസർച്ചിൽ നമ്മൾ പഠിപ്പിക്കുന്നു പാർട്ടിസിപ്പൻസ് ഒബ്സർവേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ. ജസ്റ്റ് ഒരു 2 ലൈൻസിൽ പറഞ്ഞു പോകുന്നു എന്നല്ലാതെ ഞാൻ പഠിച്ച ഒരു സൈക്കോളജി എനിക്ക് ഒബ്സർവേഷൻ സ്കില്ല് പഠിപ്പിച്ചു തന്നിട്ടില്ല. സോ ഒരു ഡിസ്റ്റന്റ് മോഡൽ എഡ്യൂക്കേഷൻ ആണ് ഇവനൊട്ടും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. കാരണം നിങ്ങൾ എന്താണോ മനസ്സിലാക്കി വെച്ചത് അതാണ് നിങ്ങളുടെ സൈക്കോളജി പഠനം എന്ന് പറയുന്നത്. സോ ഒരു ഗുരു നിർബന്ധമായിട്ടും ഒരു സൈക്കോളജിസ്റ്റിന് വേണം. കാരണം LLB കഴിഞ്ഞൊരു ആളെ പോലെ ഇരിക്കും, വക്കീലിനെ പോലെ ഇരിക്കും. എങ്ങനെയാണ്? അവർ വക്കീലാണെങ്കിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. സോ നല്ല നല്ല ഗുരുക്കന്മാരുടെ കീഴിൽ നിന്ന് വിവിധങ്ങളായിട്ടുള്ള വിദ്യകൾ അഭ്യസിച്ചിട്ട് വേണം നമ്മളൊരു സൈക്കോളജിസ്റ്റ് ആണ്. സോ തേർഡ് വൺ ഈസ് സജഷൻ. എന്താണ് സജഷൻ എന്ന് പറയുന്നത്? ഞാനൊക്കെ ശരിക്കും പറഞ്ഞ ആ ട്രാക്കിലേക്ക് വന്നു. ആദ്യം എനിക്കിത് അറിയില്ല എങ്ങനെ ഇത് ചെയ്യാന്ന്. അപ്പൊ നിങ്ങൾ ഇന്നലെ ദോശ അതെ 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 ഇങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞു, നമ്മുടെ പരിപാടി കഴിഞ്ഞു. ദോശ എന്ന് പറഞ്ഞിട്ട് അവർ ചിരിക്കുന്നൊന്നുമില്ല, വളരെ ഇങ്ങനെ ഇരിക്കുക. നിങ്ങൾ ഇന്നലെ ദോശ ഇഡലി എന്ന് പറയുമ്പോൾ ചിരിച്ചു. അപ്പൊ ഇഡലിമ പിടിച്ചങ്ങ് കയറണം. ദോശനെ നമ്മൾ ചവിട്ടി താഴ്ത്തണം. മനസ്സിലായോ നിങ്ങൾക്ക്? ഇതിനെയാണ് നമ്മൾ പറയുന്നത്. എങ്ങനെ? നമ്മൾ ഒരു സാധനത്തിന് ഇങ്ങനെ പറഞ്ഞു പോയിട്ട് നമ്മൾ അവരുടെ മുഖത്തെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഓരോ ഇൻപുട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അതിലത്ത് ഭയങ്കര സ്മൈലിങ്ങും അവർ വളരെ എക്സൈറ്റഡ് ആവുകയാണെങ്കിൽ നമ്മൾ അതിലങ്ങ് തൂങ്ങും. ബാക്കി 2 എണ്ണത്തിനെ നമ്മൾ ഡേർട്ടി എലമെന്റ്സ് ആയിട്ട് റിജക്ട് ചെയ്ത് കളയും. മനസ്സിലായോ? ആദ്യം നമ്മുടെ അത് നല്ല എലമെന്റ്സ് ആയിരുന്നു, പിന്നെ അത് ഡേർട്ടി എലമെന്റ്സ് ആയി. അപ്പൊ ഞാനൊരു ചെറിയൊരു ട്രിക്ക് ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. ഇതൊക്കെയാണ് ഉപയോഗിക്കാറ് കേട്ടോ മെന്റലിസ്റ്റ് പ്രധാനമായിട്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് കോൾഡ് പ്രോബബിലിറ്റി, അതായത് സാധ്യതകൾ. ആ സാധ്യതകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടെത്തുന്നു. അതായത് നമ്മൾ കുറെ സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നു. അതിലിപ്പോ നമ്മൾ കണ്ടിട്ടില്ലേ, മീനെ പിടിക്കാൻ നമ്മൾ ചൂണ്ടയില് ഒരു സാധനം അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അതില് മീൻ അത് കൊത്തി പിടിച്ച് വലിച്ച് നമുക്കറിയാം ഫുഡ് അടിപൊളിയാണ് അല്ലെ. പിന്നെ നമ്മൾ ആ ഫുഡ് ഉപയോഗിച്ച് ധാരാളം മീനെ കിട്ടും. മീൻ അതിനെ കൊത്തുന്നില്ല, ഒന്നും ആ ചൂണ്ട അങ്ങനെ തന്നെ അങ്ങ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫുഡ് മീൻ കഴിക്കുന്നതല്ല. സോ അപ്പൊ നമ്മൾ അതിന്റെ സാധ്യതകളൊക്കെ നമ്മൾ പഠിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. മറ്റൊന്ന് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് മെന്റലിസ്റ്റില്. അതായത് കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രം നമ്മൾ അവരായിട്ട് നല്ലൊരു ആപ്പ് ബിൽഡ് ചെയ്തതിനു ശേഷം കമ്മ്യൂണിക്കേഷൻ ചെയ്താൽ മാത്രമാണ് അവരുടെ മൈൻഡ് റീഡിങ്ങിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇനി 7 പില്ലേഴ്സ് ഓഫ് ഫ്രീ ഫോം മെന്റലിസം. മെന്റലിസത്തിന് പ്രധാനമായിട്ടും 7 പില്ലറുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഫസ്റ്റ് പില്ലർ ഈസ് ഒബ്സർവേഷൻ. എന്റെ അഭിപ്രായത്തിൽ അത് മാത്രം മതി നമുക്ക് മെന്റലിസം, ഫ്രീ ഫോം മെന്റലിസം ചെയ്യാൻ. ഞാനിവിടെ ചെയ്യുന്നത് സ്റ്റേജ് മെന്റലിസ്റ്റുകൾ ചെയ്യുന്ന പെർഫോമൻസ് ആർട്ട് പഠിപ്പിക്കലല്ല. അത് നമ്മുടെ മെന്റലിസ്റ്റിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. 3-ാം തീയതി തുടങ്ങുന്ന കോഴ്സിനകത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഫ്രീ വെബിനാർ ആയതുകൊണ്ട് ഇതിനകത്ത് ധാരാളം ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. മെന്റലിസം കോഴ്സിൽ ചേരാൻ ആഗ്രഹിക്കാത്തവരും ഇതിനകത്തുണ്ട്. സോ അവർക്ക് എന്തെങ്കിലും കിട്ടണം എന്നുള്ളതുകൊണ്ടാണ് ഫ്രീ ഫോം മെന്റലിസ്റ്റിന്റെ പാഠങ്ങൾ ഞാൻ പഠിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 25,000 കുറഞ്ഞ് ഈ കോഴ്സ് കിട്ടില്ല. അതായത് ഇതിന്റെ അഡ്വാൻസ് ലെവൽ നിങ്ങൾക്ക് കിട്ടില്ല. കാരണം ഇത് പഠിച്ചാൽ നമ്മളെല്ലാമായി. ഒരാളെ കണ്ടാൽ നമുക്ക് എന്താണ് അയാൾ നടന്നു വരുന്നത് നോക്കി, അയാളുടെ സംസാര ശൈലി നോക്കിക്കൊണ്ടൊക്കെ നമുക്ക് അയാളെ ജഡ്ജ് ഒരു പരിധിവരെ നമുക്ക് സാധിക്കുന്നതാണ്. സോ 7 പില്ലേഴ്സ് ഓഫ് ഫ്രീ ഫോം മെന്റലിസം. ഫസ്റ്റ് പില്ലറിന്റെ പേരെന്തായിരുന്നു ഞാൻ പറഞ്ഞത്? ഫസ്റ്റ് പില്ലറിന്റെ പേരെന്തായിരുന്നു പറയാവോ ആർക്കെങ്കിലും? ഒബ്സർവേഷൻ, അതായത് നിരീക്ഷണ ബുദ്ധി. അതായത് ഒരു സൈക്കോളജിസ്റ്റിനായിക്കൊള്ളട്ടെ, ഞാനിപ്പോ പറയുന്നത് മെന്റലിസ്റ്റ് എന്നുള്ള കൺസെപ്റ്റിൽ എടുക്കരുത്. ഒരു സൈക്കോളജിസ്റ്റിനായിക്കൊള്ളട്ടെ, ഒരു കൗൺസിലറിനായിക്കൊള്ളട്ടെ, ഏറ്റവും ആദ്യം വേണ്ടത് MS എഴുതി വെക്കുക, കേൾഷീറ്റ് എഴുതി വെക്കലൊന്നും അല്ല. അത് ആർക്കും ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ കാലത്ത് ChatGPT അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സുന്ദരമായിട്ടുള്ള MS കേൾഷീറ്റ് നമുക്ക് കിട്ടും. അതിലൊന്നും ഒരു കഥയുമില്ല. നമ്മുടെ ഒബ്സർവേഷൻ സ്കില്ലാണ് ഭയങ്കര ഇമ്പോർട്ടന്റ്.
കാകനെ പോലെ ആയിരിക്കണം. എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്? കാക്കയെ പോലെ ഇങ്ങനെ ഇരുന്ന് അല്ലെ, എവിടെയാണ് ഫുഡ് വരുന്നത് അപ്പൊ കൊത്തിയെടുത്തുകൊണ്ട് പോകണം അല്ലെ, അതുപോലെ ആയിരിക്കണം. സോ ഒബ്സർവേഷനിൽ വാട്ട് ടു ഒബ്സർവ്, നമ്മൾ എന്തൊക്കെയാണ് ഒബ്സർവ് ചെയ്യേണ്ടത്? പ്രധാനമായിട്ടും ഒരാളുടെ കണ്ണുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റാ. അതായത് അയാള് നമ്മുടെ മുഖത്തേക്ക് നോക്കിയിട്ടാണോ സംസാരിക്കുന്നത്, വേറെ എവിടെയെങ്കിലും നോക്കിയിട്ടാണോ സംസാരിക്കുന്നത് എന്നുള്ള ആദ്യം ചിന്തിക്കുക. നമ്മുടെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കുന്ന ആളുകൾക്ക്, ഭൂരിഭാഗം ആളുകൾക്കും കുറച്ച് അവരുടെ മെന്റൽ ഇഷ്യൂസിന് കുറച്ച് സിവിയറിറ്റി കുറവായിരിക്കും. അല്ലെങ്കിൽ അവരൊരു എന്താ പറയുക, നമ്മളൊരു ഇൻട്രോവേർട്ട് അല്ല. അങ്ങനെ കുറെ നിഗമനങ്ങളിൽ നമുക്ക് കണ്ണുകൾ വെച്ചുകൊണ്ട്, നമുക്ക് നമ്മുടെ ഐ കോണ്ടാക്ട് വെച്ചുകൊണ്ട് നമ്മൾ പറയുന്നുണ്ട്. നമ്മുടെ MSc ഏറ്റവും ആദ്യം പറയുന്നത് ക്ലയന്റ് പ്രോപ്പർ ആയിട്ട് ഐ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. അതെന്തിനാ? ആങ്സൈറ്റി ഉള്ള ഭൂരിഭാഗം ആളുകളും പ്രോപ്പർ ഐ കോണ്ടാക്ട് തരില്ല. കള്ളത്തരം ചെയ്ത ഭൂരിഭാഗം ആളുകളും പ്രോപ്പർ ഐ കോണ്ടാക്ട് തരില്ല. ഇനി അവർ വേണമെന്ന് വെച്ചാൽ പോലും ആ ഐ കോണ്ടാക്റ്റിൽ ഒരു കൃത്രിമം ഉണ്ടാകും. അതാണ് നമ്മുടെ ഒബ്സർവേഷൻ. അല്ലാതെ ഇപ്പൊ ഞാനൊരു മെന്റലിസ്റ്റാ, ഞാൻ സൈക്കോളജിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എനിക്കറിയാം ഐ കോണ്ടാക്ട് കൊടുത്തിരിക്കും ഡൗട്ട് അടിക്കുന്നത്. സോ ഞാൻ അവിടെ പോയിട്ട് ഐ കോണ്ടാക്ട് കൊടുക്കും. പക്ഷെ അതിനും വലിയ വില്ലനാണ് നമ്മൾ. ആ ഐ കോണ്ടാക്റ്റിൽ ഒരു കള്ളത്തരമുണ്ട് എന്ന് കണ്ടുപിടിക്കലാണ് നമ്മുടെ ജോലി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് പുരികങ്ങള്. അവന്റെ പുരികങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു ഡയലേറ്റഡ്, കുറച്ച് കാര്യങ്ങൾ ഇൻഫർമേഷൻസ് എഴുതി വെച്ചോളൂ. ഡയലേറ്റഡ് പീപ്പിൾസ്, നമ്മുടെ ഉള്ളിൽ നമ്മുടെ കണ്ണിന്റെ പീപ്പിൾസ് ഡയലേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് എക്സൈറ്റ്മെന്റ്, രണ്ട് ഇൻട്രസ്റ്റ്. കേൾക്കാൻ ഭയങ്കര താല്പര്യമുണ്ട്. നിങ്ങളിൽ എത്ര പേര് വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ കാണുമ്പോൾ അറിയാൻ പറ്റും നിങ്ങൾ എത്രത്തോളം എക്സൈറ്റഡ് ആയിട്ടാണ് ഇതിലെത്തിയിരിക്കുന്നത്. സോ നിങ്ങളുടെ പീപ്പിൾ ഡയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്സൈറ്റഡ് ആണ്. നിങ്ങൾക്ക് ഉറക്കം വന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും വയ്യ, ഞാൻ കിടന്ന് ഉറങ്ങുക, ജസ്റ്റ് വെബിനാർ എന്ന് പറയുമ്പോൾ തല കയറാൻ കയറിപ്പോയതാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അല്ലെ? നിങ്ങൾ ആരും എനിക്ക് കാണാൻ പറ്റുന്നില്ല, 1-2 പേരെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, രണ്ടാമത്തത് താല്പര്യം. നമുക്ക് ഭയങ്കര താല്പര്യം, നമ്മൾ ഇങ്ങനെ ആണോ എന്ന് പറഞ്ഞിരിക്കും അല്ലെ, അത് ഇൻട്രസ്റ്റാ. ഐ അവോയ്ഡൻസ്. അപ്പോൾ ഐ അവോയ്ഡൻസ് എന്താണ്? അതായത് ആങ്സൈറ്റി ഉള്ള ഒരാള് നമുക്ക് ഐ അവോയ്ഡൻസ് ഉണ്ടാകും. നമുക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുമ്പോഴും അവരെന്ത് ചെയ്യും, നമുക്ക് കണ്ണ് നമ്മളോട് ഇങ്ങനെ നേർക്ക് തരില്ല നമുക്ക്. അപ്പോൾ ഐ അവോയ്ഡൻസ് എന്താണ്? ആങ്സൈറ്റിയിൽ വരാം, ഡിസ്കംഫർട്ടിൽ വരാം. ഇനി റാപ്പിഡ് ബ്ലിങ്കിങ്ങിൽ നമുക്ക് എന്തൊക്കെ വരാം? രണ്ട് റാപ്പിഡ് ബ്ലിങ്കിങ് എന്ന് വെച്ചാൽ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുക. ഒന്ന് കോഗ്നിറ്റീവ് ഓവർലോഡ്. നമുക്ക് കോഗ്നിറ്റീവ് ഓവർലോഡ് വരുന്ന സമയത്ത് നമ്മൾ കണ്ണ് ഇങ്ങനെ അധികം, അതായത് ആ ബ്രെയിൻ തരുന്ന ഒരു സിഗ്നലാണ് ടയേർഡായി എന്നുള്ളത്. മറ്റൊന്ന് സ്ട്രെസ്. വെൽക്കം ഐഷ ടീച്ചർ. സ്ട്രെസ് ഉള്ളപ്പോഴും നമുക്ക് എന്ത് വരും? നമുക്ക് ഈ പറഞ്ഞതുപോലെ റാപ്പിഡ് ബ്ലിങ്കിങ് വരും. ഇനി നമുക്ക് കയ്യിലേക്ക് പോവാം. കണ്ണ് കഴിഞ്ഞാൽ ഒരു മെന്റലിസ്റ്റ് പിന്നീട് ഒബ്സർവ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് ഹാൻഡ്സ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വികാരങ്ങളെ വെളിപ്പെടുത്തുന്ന, ഇപ്പൊ ഞാൻ മെന്റലിസ്റ്റിൽ എക്സൈറ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൈകൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഇപ്പൊ ഒരു ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ താളാത്മകമായിട്ട് ഒരു പോയമൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ടീച്ചർ കൈ കൊണ്ടൊക്കെ ആക്ഷൻസ് കാണിക്കുന്നുണ്ട്, തല കൊണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട്, തല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശരിക്കുന്നുണ്ടെങ്കിൽ ആ ടീച്ചറിന് ക്ലാസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടം, ഭയങ്കര ചടുലത, ഭയങ്കര ഫാസ്റ്റ്നെസ്. അതൊക്കെ എക്സൈറ്റ്മെന്റിനെ കാണിക്കുന്നതാ. പക്ഷെ ചില ടീച്ചേഴ്സ് ഇങ്ങനെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ബുക്ക് എടുത്തോ, വായിച്ചോ, രണ്ടാമത്തെ ലൈൻ വായിച്ചേ, നീ ഒന്ന് വായിച്ചേ എന്ന് പറയും. ആ സ്റ്റുഡന്റിനെ കൊണ്ട് വായിപ്പിക്കുന്നത് ടീച്ചർ രാത്രി കൃത്യമായിട്ട് ഉറങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ടീച്ചർക്ക് ഈ പഠിപ്പിക്കുന്നതോട് വലിയ താല്പര്യമില്ല. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ. സോ കൈകള് നമ്മുടെ ജസ്റ്റേഷൻസ്, അതായത് അതിനൊക്കെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം. ടൈറ്റ് ഫിംഗേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കണം. ടെൻഷൻസ് ഉള്ള ആളുകളാണ് ടൈറ്റ് ഫിംഗേഴ്സ് ആയിട്ട് പിടിക്കുക. അത് തുറന്നു നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വിയർപ്പുണ്ടെങ്കിൽ അവർക്ക് ആങ്സൈറ്റി ഇഷ്യൂസ് ഉണ്ട്. ഞാൻ പറയുന്നത് ഇതെല്ലാം 100% ശരി എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾ എടുക്കരുത്. പക്ഷെ എന്ത് വേണം, ഇത് ഫ്രീ ഫോം മെന്റലിസത്തിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അവരതിനകത്ത് പറയുന്ന കുറച്ച് പോയിന്റ്സ് ആണ് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. അടുത്തത് ഓപ്പൺ പാംസ്. കൈകൾ തുറന്നാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ എന്തുണ്ട്? ട്രസ്റ്റ്, ഭയങ്കര വിശ്വാസമാണ്. എനിക്ക് നിങ്ങളെ ഭയങ്കര വിശ്വാസമാണ്. കണ്ടിട്ടില്ലേ, നമ്മൾ ഒരാളെ ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ കൈ ഇങ്ങനെ വെക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഐ ബിലീവ്, ഞാൻ നിന്നെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അതാണ് ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ അത് ടെൻഷൻ അല്ല, നമ്മുടെ കൈകൾ ചേർത്ത് വെക്കുന്നു. വേറൊരാളുടെ ഓപ്പൺ പാമ്പിൽ നമ്മുടെ കൈ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു, നിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി ചേർക്കുന്നു എന്നുള്ളതാണ്. രണ്ട് ഹേർട്സ് തമ്മിൽ ഇങ്ങനെ എന്താ പറയാ, ഒട്ടിച്ചു വെക്കുന്ന ഒരു സിസ്റ്റം അല്ലെ. ഈ ഹിഡൻ ഹാൻഡ്സ്, അതായത് എന്താ വിശേഷം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൈ ഇങ്ങനെ പുറകിൽ വെച്ചിരിക്കുകയാണ് അല്ലെ. കൈ പ്രത്യേകിച്ച് കാണിക്കാൻ താല്പര്യപ്പെടുന്നില്ല, അവിടെ ഇൻസെക്യൂരിറ്റി ഉണ്ട്,
അവിടെ തീർച്ചയായിട്ടും എന്തുണ്ട്? ഇൻസെക്യൂരിറ്റി ഉണ്ട്. ഓക്കെ, നമുക്കൊരു കുഞ്ഞ മെന്റലിസം ട്രിക്സ് ഉണ്ട്, അത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതിനുശേഷം അതിന്റെ കാരണം ഞാൻ പറയാം. പക്ഷെ ഫോണിലൂടെ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ സക്സസ് സാധ്യത 50% ഉള്ളൂ. പക്ഷെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ വീട്ടിൽ പോയി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്നെ ഓർക്കും, ഓ പുള്ളി പറഞ്ഞത് കറക്റ്റ് ആയിട്ടോ, ഞാനൊരു ഭയങ്കര ഒരു സംഭവമായി മാറി ഇവിടെ നിങ്ങൾ ചിന്തിക്കും. ഞാനത് പറഞ്ഞു, ഇപ്പോൾ അത് ഓർത്തത്. ഇനി ബ്രീത്തിങ്ങിലേക്ക് വരാം. ഞാനിപ്പോ ഐ കഴിഞ്ഞു, ഹാൻഡ് കഴിഞ്ഞു, ബ്രീത്തിങ്ങിലേക്ക് പോകും. ബ്രീത്തിങ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് ഒരു ബ്രീത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ബോഡിയിൽ അഡ്രിനാലിൻ സെക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അഡ്രിനാലിൻ എവിടെ നിന്ന് സെക്രീറ്റ് ചെയ്യും? അഡ്രീനൽ ഗ്ലാൻസിൽ നിന്നാണ് സെക്രീറ്റ് ചെയ്യുക, അല്ലെ? അഡ്രീനൽ ഗ്ലാൻസ് കിഡ്നിയുടെ മുകളിൽ നമ്മൾ തൊപ്പി പോലെ ഇരിക്കുന്ന അഡ്രീനൽ ഗ്ലാൻസിൽ നിന്ന് അഡ്രിനാലിൻ സെക്രീറ്റ് ചെയ്യും. അഡ്രിനാലിൻ എന്തിനാ സെക്രീറ്റ് ചെയ്യുന്നത്? അതായത് നമ്മുടെ മുന്നിൽ ഒരു 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 തടസ്സം വരുന്നു, അല്ലെങ്കിൽ നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന എന്തൊരു വസ്തു വരുന്നു, അപ്പൊ നമ്മൾ 3 എഫ് ആക്ടിവേറ്റ് ആവും. അതേതൊക്കെ 3 എഫ്? ഫൈറ്റ്, ഫ്ലൈറ്റ്, ഫ്രീസ്. 3 സാധനം അവിടെ ആക്ടിവേറ്റ് ചെയ്യും. ഒന്നുകിൽ ഓടുക, അല്ലെങ്കിൽ തരിച്ചു നിൽക്കുക, അല്ലെങ്കിൽ എടുത്ത് പ്രയോഗിക്കുക, യുദ്ധം ചെയ്യുക, അല്ലെ? ഈ സമയത്ത് നമ്മൾ യുദ്ധം ചെയ്യാനാണെങ്കിലും ഓടാനാണെങ്കിലും നമ്മുടെ ബോഡിക്ക് അറിയില്ല ഇവൻ എന്താ ചെയ്യാൻ പോണെന്ന്. സോ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഗ്രന്ഥി, അഡ്രീനൽ ഗ്രന്ഥി അഡ്രിനാലിൻ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യും. ഇത് സെക്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹേർട്ട് ബീറ്റ്സ് കൂട്ടും, അതുപോലെ തന്നെ ശ്വസന നിരക്കുകൾ കൂടും, നമ്മൾ സ്വെറ്റ് ചെയ്യും, ധാരാളം ഓക്സിജൻ നമ്മളിലേക്ക് എടുക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് ധാരാളം എനർജി ഉണ്ടാക്കി തന്ന് കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. അപ്പൊ ആങ്സൈറ്റി ഉള്ള സമയത്ത് ബ്രീത്തിങ് ഫാസ്റ്റ് ആവും. കാരണം ഈ ആങ്സൈറ്റീനെ റിക്കവർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡി ചെയ്യുന്ന ഒരു മെക്കാനിസം മാത്രമാണ് അത് ഉള്ളപ്പോഴേ അത് ആക്ടിവേറ്റ് ആവുള്ളൂ. ഇനി സ്ലോ ആണെന്ന് വിചാരിക്കുക, ബ്രീത്തിങ് വളരെ സ്ലോ ആണെങ്കിൽ അവർ റിലാക്സ്ഡ് ആയിട്ടുള്ള പൊസിഷനിലാണ് ഇരിക്കുന്നത്, യാതൊരു കുഴപ്പമില്ല, അവർ പ്രത്യേകിച്ച് ഒന്നും മാനിപ്പുലേറ്റ് ചെയ്യുന്നില്ല, അവർ വളരെ റിലാക്സ്ഡ് ആണ്. ദെൻ പില്ലർ 2, ഞാനിപ്പോ പില്ലർ 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പില്ലർ 1 എന്തായിരുന്നു? പില്ലർ 1 ഒബ്സർവേഷൻ. പില്ലർ 2 ആക്റ്റീവ് ലിസണിങ്. നമുക്കറിയാം, ആക്റ്റീവ് ലിസണിങ് പറഞ്ഞ ആളാരാ സൈക്കോളജിയില്? കൗൺസിലിംഗിൽ ആക്റ്റീവ് ലിസണിങ് മസ്റ്റ് ആണ്. അപ്പൊ നിങ്ങളത് കണ്ടെത്തുക, നിങ്ങൾ തുറന്നു നോക്കുക. ആക്റ്റീവ് ലിസണിങ് നമുക്ക് വേണം. ഒരു ക്ലയന്റിനെ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുക, ജഡ്ജ്മെന്റ് ചെയ്യരുത്. അത് എന്ത് തരത്തിലുള്ള ജഡ്ജ്മെന്റ് ആണെങ്കിലും ചെയ്യരുത്. മിക്ക മെന്റലിസ്റ്റുകളും എന്ത് ചെയ്യില്ല, ആരെയും കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ല. അവരെ അടുത്ത വാക്ക് പറയാനായിട്ട് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നെക്സ്റ്റ് എന്താണ് എന്നുള്ള രീതിയിൽ. നമ്മൾ ഏറ്റവും നല്ലൊരു മെന്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കാര്യങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കണം. കാരണം ഇവന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടുകയാണ്. നമ്മൾ പണിക്കരെടുത്തോട്ട് പോയിട്ട് നമ്മൾ ആദ്യം പറയണത് എന്താണെന്ന് അറിയാം? സാറെ ഭയങ്കര കഷ്ടകാല, എന്നിട്ടാ ഒന്ന് നോക്കാൻ പറയുന്നത്, അല്ലെ? അപ്പൊ പണിക്കര് നോക്കി പിന്നെ നല്ല കാലം പറയൂ. ആദ്യം നമ്മൾ പോയിട്ട് പറയണം, മോന്റെ കല്യാണം ഒന്ന് കുറിക്കാൻ വന്നതാ, അല്ലെങ്കിൽ മോന് കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടി, അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നോക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ നമ്മൾ എന്താണോ പറയുന്നത് അത് പണിക്കര് ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുന്നുണ്ട്. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നതല്ല, എനിക്കതിൽ വിശ്വാസമില്ല, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പം ജ്യോതിഷ ശാസ്ത്രമുണ്ട് നമുക്ക് ഗ്രഹങ്ങളെ പറ്റി പഠിക്കാൻ. പക്ഷെ അതല്ല, അതാണെന്ന് അവകാശപ്പെടുന്ന 9 ഗ്രഹങ്ങളിൽ മാത്രം ഇപ്പോഴും വിശ്വസിക്കുന്ന, പുതിയൊരു ഗ്രഹം ഉണ്ടായെന്ന് പോലും അവർ വിശ്വസിക്കാൻ താല്പര്യമില്ലാതെ അതിൽ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് വിഭാഗമുള്ള ആൾക്കാരാണ്. നമ്മൾ സൈക്കോളജിസ്റ്റിൽ അവരെ ഒട്ടും വിശ്വസിക്കാറില്ല, നമുക്കത് പഠിക്കാനും ഉണ്ട്. സോ ഞാനിവിടെ പറഞ്ഞത് അവർ ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ ചെയ്യുന്നുണ്ട്, അവർ നല്ലൊരു മെന്റലിസ്റ്റുകളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഉദാഹരണത്തിന് കുറച്ച് കീവേഡ്സ് ഉണ്ട്. എന്താണ് കുറച്ച് കീവേഡ്സ് നമ്മൾ മെന്റലിസ്റ്റുകൾ എപ്പോഴും യൂസ് ചെയ്യുന്ന? ഒന്ന് ആക്ച്വലി, ഹോണസ്റ്റ്ലി, ടു ബി ഫ്രാങ്ക്. ഇതൊക്കെ അവർ പറയുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ അവർക്ക് കോഗ്നിറ്റീവ് സ്ട്രെസ് ഉണ്ട്. അവർക്ക് കോഗ്നിറ്റീവ് സ്ട്രെസ് ഉണ്ടെങ്കിൽ ഈ ആളുകൾ പറയുന്ന വേർഡ്സുകളിൽ പെടുന്ന ഒന്നായിരിക്കും ആക്ച്വലി. അതില്ലേ പിന്നെ അങ്ങനെയൊക്കെ പറയും. അതായത് അവരിങ്ങനെ മെനയുകയാണ്, അതായത് അവരിങ്ങനെ ആലോചിച്ചെടുക്കുകയാണ്, കുറച്ച് കഷ്ടപ്പെട്ട് ആലോചിച്ചെടുക്കുകയാണ്. അപ്പൊ അവർക്ക് സ്ട്രെസ് ഉണ്ട്, അല്ലെങ്കിൽ അവരെന്തോ ഹൈഡ് ചെയ്യുന്നുണ്ട്. ഇത്തരം വേർഡ്സുകൾ 3 റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ. ഇനി ഇമോഷണൽ വേർഡ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഹേർട്ടായിട്ടുള്ള വേർഡ്സുകൾ, ലവ് ആയിട്ടുള്ള വേർഡ്സുകൾ, ഫിയർ ആയിട്ടുള്ള വേർഡ്സുകൾ, ഹോപ്പ് ആയിട്ടുള്ള വേർഡ്സുകൾ, ഇതൊക്കെയാണല്ലോ ഇമോഷണൽ വേർഡ്സുകൾ. അപ്പൊ ആ വേർഡ്സുകൾ വരുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഏത് ഇമോഷനാണ് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ നമ്മൾ അവർ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ കാര്യങ്ങൾ എടുത്തെടുക്കുന്നതിനാണ് ശരിക്കും പറയുന്നത് എന്താണ് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇനി പില്ലർ 3 കോൾഡ് റീഡിങ്. നമുക്കറിയാം ഐസ് റീഡിങ്, കോൾഡ് റീഡിങ്, ഹോട്ട് റീഡിങ് എന്നൊക്കെ പറയുന്നത് മെന്റലിസ്റ്റിലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
കോൾഡ് റീഡിംഗ് ആണ് ശരിക്കും ദ ബാക്ക് ബോൺ ഓഫ് ഫ്രീ ഫോം മെന്റലിസം എന്ന് വിളിക്കുന്നത്. അതായത് മെന്റലിസത്തിന്റെ നട്ടൽ എന്ന് പറയുന്നത് കോൾഡ് റീഡിംഗ് ആണ്. നിങ്ങൾ പല മെന്റലിസ്റ്റുകളും കോൾഡ് റീഡിംഗ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാനിവിടെ പറഞ്ഞുതരാം. അതിന്റെ ഡെഫിനേഷൻ എന്താന്ന് വെച്ചാല്, കോൾഡ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു തോന്നിപ്പിക്കലാണ്. എന്താണ് തോന്നിപ്പിക്കുന്നത്? അതായത് ഒരു വിവരങ്ങളും എനിക്ക് നിങ്ങളെ പറ്റി അറിയില്ല, നിങ്ങളെ പറ്റി എനിക്ക് ഒന്നും അറിയില്ല, പക്ഷെ അറിവില്ലാത്ത വിവരങ്ങൾ എനിക്കറിയുന്നു എന്ന തോന്നിപ്പിക്കലിനെയാണ് നമ്മൾ കോൾഡ് റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങളെ പറ്റി എനിക്ക് ഒന്നും അറിയില്ല, ഒരു ഐസിന്റെ ഉള്ളിൽ വെള്ളം ഇരിപ്പുണ്ട് അല്ലേ, വെള്ളം അറിയൂ, ഐസ് ഫോമിലിരിക്കുന്നത്, അടുത്ത് എറിഞ്ഞാൽ നമ്മളെ കൊല്ലാം, വെള്ളം എടുത്ത് വെച്ചാൽ നമ്മളെ കൊല്ലാൻ പറ്റുമോ? ഇല്ല. സോ വെള്ളത്തിനുള്ളിൽ ഐസിനുള്ളിൽ വെള്ളം എങ്ങനെയാണ് ഇരിക്കുന്നത്, അതുപോലെ ഇൻഫർമേഷൻസിന് നമുക്ക് അറിയാമെന്ന ഫീലിങ്സ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൾഡ് റീഡിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്ന ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബാർനം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. BARNUM. അതങ്ങനെ എങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യാന്നുള്ളത് ഒന്ന് നോക്കേണ്ടി വരും. ഓക്കെ, ബാർനം സ്റ്റേറ്റ്മെന്റില് എല്ലാവർക്കും ബാധകമാകുന്ന സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് അതിനർത്ഥം. അതായത് ഇതാണ് പക്ഷി അവിടുത്തെ സാറിനടുത്ത് കുത്തിവെച്ചിട്ട് അവരിങ്ങനെ ഇരുന്ന് പറയും അല്ലെ, ഒരു മെന്റലിസ്റ്റിനൊക്കെ സുഖമായിട്ട് ഇതൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കാം. സോ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറയാം. അപ്പൊ എന്താണ് ബാർനം സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ, എല്ലാ ആളുകൾക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇത് ഏതിലാ വരുന്നത്, ഏത് പില്ലറിലാണ് വരുന്നത്? തേർഡ് പില്ലർ, അതായത് കോൾഡ് റീഡിംഗ്. അതില് ഞാൻ തന്നെയാ പറയുന്നത്, നിങ്ങൾ പറയേണ്ടതാണ് കേട്ടോ. നിങ്ങൾ എഴുതി വെക്കുന്നുണ്ടോ, നോട്ട് എഴുതുന്നുണ്ടോ, ഈ പോയിന്റ്സിലൊന്നും എഴുതിയെടുക്കുന്നുണ്ടോ? ഉണ്ടോ? ആരെങ്കിലും ഒന്ന് യെസ് ഓർണോ ചാറ്റ് ബോക്സിൽ? യെസ്. എഴുതിയാൽ നിങ്ങൾക്ക് നല്ലത്, ഇല്ലെങ്കിൽ ഇതങ്ങ് മറന്നു പോകും നിങ്ങൾ, അത്രയാണ്. ഓക്കെ, എഴുതുന്നുണ്ട്, കുറെ പേര് എഴുതുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാൻ പോവാ, കോൾഡ് റീഡിങ്ങിന് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ, ഒന്ന്, നിങ്ങൾ ഭയങ്കരമായിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്ന ആളാണ്, പക്ഷെ പലപ്പോഴും നിങ്ങൾ ആരും സഹായിക്കാറില്ല. ഇതൊരു ബെസ്റ്റ് കോൾഡ് റീഡിങ് എക്സാമ്പിൾ ആണ്. അത് പറയുന്നൊക്കെ സ്റ്റൈൽ ഇങ്ങനെ, നിങ്ങൾ പലപ്പോഴും മറ്റൊരാളെ സഹായിക്കാറുണ്ട്, ഉണ്ട്, ഞാൻ പലരും സഹായിക്കാറുണ്ട്, നിങ്ങൾക്ക് തിരിച്ചു കിട്ടാറുണ്ടോ? അതില്ല. ഇതാണ് നിങ്ങളുടെ പ്രശ്നം, ഇതാണ് ഇപ്പോഴത്തെ ടൈം നിങ്ങളുടെ. നിങ്ങൾ എത്ര സഹായിച്ചാലും ഒരാൾ നിങ്ങളെ സഹായിക്കില്ല. അത് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതാണ്. അപ്പൊ ഇത് എല്ലാവർക്കും ബാധകമായ ഒരു കാര്യമാണെന്ന് ഈ വ്യക്തി ആ സമയത്ത് മറന്നു പോകുന്നു. 90% ആളുകൾക്കും ഇത് ഒരുപോലെ ആയിരിക്കും. കാരണം എനിക്കുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ വന്നിട്ടുണ്ടാവും, നിങ്ങളൊന്ന് മൈൻഡ് ഒന്ന് ചോദിച്ചേക്കാം. അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് റെയിൻബോ സ്റ്റേറ്റ്മെന്റ്. കുറേ സ്റ്റേറ്റ്മെന്റുകളുണ്ട്, നിങ്ങൾ പഠിച്ചേക്കണ നല്ലതാണ്. കാരണം ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ആളുകളിൽ പ്രയോഗിക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ അവരുടെ റാപ്പോ ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, റെയിൻബോ സ്റ്റേറ്റ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, റെയിൻബോ തന്നെ എന്താണ് അർത്ഥം? മഴവില്ല് അല്ലെ. അതായത് രണ്ട് വിരുദ്ധ ഗുണങ്ങൾ ഒരുമിക്കുമ്പോഴാണ് നമ്മൾ റെയിൻബോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്താ രണ്ട് വിരുദ്ധ ഗുണങ്ങൾ എന്ന് പറയുന്നത്? വിരുദ്ധ ഗുണങ്ങൾ, അതായത് നിങ്ങളൊരു വളരെ ഭയങ്കര സാമൂഹികനാണ്, പക്ഷെ ചില സമയങ്ങള് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഓഫ്, എത്ര കറക്റ്റ്. അതായത് എനിക്ക് വിഷമം ഉണ്ടാകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നു, ഈ പുള്ളി എങ്ങനെ കണ്ടുപിടിച്ചത്? സോ രണ്ട് വിരുദ്ധ സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ ഉപയോഗിക്കുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ ഒരു അലിയും മത്തിക്കറി എന്ന് പറഞ്ഞാൽ റെയിൻബോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. വിവിധ കളറുകൾ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാകും, അതിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഇനി ഷോർട്ട് ഗണ്ണിങ്, ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ട് പോവാണ്, കുറെ സാധനങ്ങൾ പറയാനുണ്ട്. 9:30 നമ്മുടെ ക്ലാസ് അവസാനിക്കും ഷാർപ്പ്. അപ്പോ ഷോർട്ട് ഗണ്ണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ എത്രാമത്തേത്, എത്രാമത്തെ സ്റ്റേറ്റ്മെന്റ്? ഫിഫ്ത് വൺ. ഓക്കെ, നമുക്ക് എത്ര പില്ലേഴ്സ് പറഞ്ഞേ? 7 പില്ലേഴ്സ്. 7 പില്ലേഴ്സ് അല്ലേ? ഓക്കെ, 7 പില്ലേഴ്സ്. ഇത് നിങ്ങളുടെ രീതിയിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോട്ട് എഴുതാം. ഞാൻ കുറിച്ച് വെച്ച സാധനങ്ങൾ നിങ്ങൾക്ക് തന്നെ പറഞ്ഞു. റെയിൻബോ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഇനി ഷോർട്ട് ഗണ്ണിങ്ങിന് എന്ന് വെച്ചാൽ ഒരുപാട് പോസിബിലിറ്റീസിനെ നമ്മൾ ഒരുമിച്ച് അവതരിപ്പിക്കലാണ് ഷോർട്ട് ഗണ്ണിങ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നിങ്ങളുടെ കുടുംബത്തില് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നമോ, ഷോർട്ട് ക്ലിയർ ആയില്ല. ഷോർട്ട് ഗണ്ണിങ്, SHORTGUNNING. അറിയാത്തന്നെ ചോദിച്ചോളൂട്ടോ, പറഞ്ഞുതരാം. താങ്ക് യു. അതായത് പറയണം, അവിടെ കുടുംബത്തില് കുറച്ച് നാളുകൾക്ക് മുമ്പ് ആരോഗ്യപരമായിട്ടോ സാമ്പത്തികപരമായിട്ടോ എന്തെങ്കിലുമൊക്കെ സമ്മർദ്ദമോ വിഷമോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ആരുടെ ചോദിക്കണ്ടേ? അയ്യോ, ചോദിക്കുന്നത് മോശമാവും അല്ലെ. അയ്യോ, എന്നോടൊന്നും ചോദിക്കലെന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ടാവുക. നമുക്ക് നേരത്തെ വിളിച്ച മുസ്ലിം അദ്ദേഹത്തിനോട് ചോദിക്കാം, സാറിന്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഈ കുറച്ച് നാൾക്ക് മുമ്പ് കുറച്ച് ആരോഗ്യപരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായി.
സക്സസ് ആയി, സംഭവം ഏറ്റു. അപ്പോ ഞാൻ എന്തുകൊണ്ട് അദ്ദേഹത്തിന് വിളിക്കാൻ തോന്നുന്നു, എനിക്ക് വിളിക്കാൻ തോന്നി വിളിച്ചത്. ഓക്കെ, ഞാൻ പറഞ്ഞു തന്നത് ഇവിടെ നിരവധി സാധ്യതകളാണ് അവിടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതായത് നമുക്ക് അവിടെ 2-3 തിങ്സുകൾ ഉണ്ടാക്കണം. എന്നാലും ഒരു ഇത് ഫ്ലവേഴ്സ് വെക്കുന്നത് പോലെയാ. ഒരു റോസ് ഉണ്ടാകണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൈപ്പിലുള്ള ഡാലിയ ടൈപ്പ് ഓഫ് ഫ്ലവർ എല്ലാം കൂടെ ചേർത്ത് വെക്കണം. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുറെ ക്വസ്റ്റ്യൻസ്, പ്രധാനമായിട്ട് നിങ്ങൾ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഹെൽത്ത് വൈസ് ആൻഡ് എക്കണോമിക്കലി നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവും. ഇത് ഞാൻ പറയുന്നത് 100% ആളുകൾക്കല്ല, 90% ആളുകളുടെയും കാര്യമാണ്. സോ എക്സാമ്പിൾ അത്രയേ ഉള്ളൂ. പില്ലർ 4 ഇല്ലല്ലോ? ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ഹാർട്ട് റീഡിങ് അതായത് 4ാമത്തെ, അതായത് ഞാൻ തെറ്റിപ്പോയതെന്നറിയോ, ഈ 7 പില്ലറില് നിങ്ങൾ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് ശരിയാണോ നോക്കൂ. ഫസ്റ്റ് വൺ ഈസ് ഒബ്സർവേഷൻ, ആൻഡ് സെക്കൻഡ് വൺ ഈസ് ആക്റ്റീവ് ലിസണിങ്, ആൻഡ് തേർഡ് വൺ ഈസ് കോൾഡ് റീഡിങ്. ആ കോൾഡ് റീഡിങ്ങിന്റെ സബ് ഹെഡിങ് ആയിട്ടാണ് നിങ്ങൾ ബാർണം സ്റ്റേറ്റ്മെന്റ്, റെയിൻബോ സ്റ്റേറ്റ്മെന്റ് ഷോർട്ട് കട്ടിങ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഇത് 4th പില്ലറാണ്. എനിക്ക് ഇത് നേരത്തെ നമുക്കൊരു കൺഫ്യൂഷൻ ആയി. ശരിയാക്കി എല്ലാവരും? ക്ലിയർ ചെയ്തോ? നിങ്ങൾ ക്ലിയർ ആക്കിയോ? Yes, sir. ഓക്കെ, പില്ലർ 4th ഈ റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ ആണ്, അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് അത് പിന്നീട് എടുത്ത് കേട്ടെഴുതാം. ഹോട്ട് റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകൂട്ടിയിട്ട് വിവരങ്ങൾ നമ്മൾ ശേഖരിച്ച് വെക്കുക. അപ്പൊ നേരത്തെ എങ്ങനെയായിരുന്നു? വാട്ട് ഈസ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ഹോട്ട് റീഡിംഗ് ആൻഡ് കോൾഡ് റീഡിംഗ്? കോൾഡ് റീഡിംഗിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? കോൾഡ് റീഡിംഗിൽ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? അതായത് മുൻകൂട്ടിയിട്ട് നമുക്ക് ഒരു വിവരങ്ങളും അവരറിയില്ല, പക്ഷെ അറിയുന്നു എന്ന തോന്നൽ ഉണ്ടാക്കുന്നതാണ് നമ്മൾ കോൾഡ് റീഡിംഗ് എന്ന് പറയുന്നത്. ഹോട്ട് റീഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുൻകൂട്ടിയിട്ട് വിവരങ്ങൾ നമ്മൾ ശേഖരിക്കാൻ തുടങ്ങും. ഈ ക്ലയന്റിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളാണെങ്കിലും നമ്മുടെ മുന്നിൽ വരുന്ന പാർട്ടിസിപ്പൻസിന്റെ വിവരങ്ങളാണെങ്കിലും നമ്മൾ മുൻകൂട്ടിയിട്ട്, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അത് പ്രശ്നമാവുമെന്ന് എനിക്കറിയില്ല, അത് അങ്ങിരിക്കുന്ന 4ാമത്തെ ഒരാള് ദൈവത്തിന്റെ ശ്രദ്ധ കൊണ്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, എനിക്കറിയാം അവങ്ങ് വരുന്നത്. നമ്മുടെ സിനിമ ഏതായിരുന്നു അറിയോ? സിനിമ വന്നുകൊണ്ട് പിന്നെ നമുക്ക് പറയുന്നോണ്ട് കുഴപ്പമില്ല. ഫഹദിന്റെ ഒരു മൂവി ഉണ്ട്, ട്രാൻസ് എന്നാണ് ആ മൂവിയുടെ പേര്. ആ ട്രാൻസിൽ വ്യക്തമായിട്ട് ഇവർ കുറച്ച് ആളുകളെ റെഡി ആക്കി വെച്ചവിടെ കൊണ്ടുവന്നിരിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ ഇൻഫോർമെന്റ് കൊടുക്കും, ഇതാ അങ്ങിരിക്കുന്ന 4ാമത്തെ വീട്ടിലെ ചേച്ചിക്ക് കുറച്ച് ക്യാൻസർ പേഷ്യന്റ് ആണ്, സാർ ഇതൊന്ന് സ്റ്റേജിൽ ഒന്ന് പറയുന്നു. സംഭവം കറക്റ്റായി. ഇതെല്ലാവരും ഇങ്ങനെ ഉണ്ടെന്നല്ല, പക്ഷെ മൂവിയിൽ അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെയാണോ നമുക്ക് അറിയില്ല. എനിവേ, അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ സ്റ്റോർ ചെയ്യും, എന്നിട്ട് നമ്മൾ വിളിച്ച് പറയും. അപ്പൊ നമ്മൾ ഒരു അത്ഭുത മനുഷ്യനായിട്ട് മാറും. ഓക്കെ, ഹോട്ട് റീഡിങ്, മുൻകൂട്ടി വിവരങ്ങൾ ശേഖരിക്കുക. അതിൽ എസ്പെഷ്യലി സോഷ്യൽ മീഡിയ, അതായത് ഇപ്പൊ നമ്മൾ ഒരാൾ വിളിക്കുമ്പോൾ പറയൂ പ്രശാന്ത് എന്ന് പറയുമ്പോൾ അയാൾ ചോദിക്കട്ടെ, എങ്ങനെ നിങ്ങൾ എന്റെ പേര് മനസ്സിലാക്കി? സിമ്പിൾ അല്ലേ? നമുക്ക് ഇതുണ്ട്, ഇപ്പൊ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്, എന്തുണ്ട്? നമുക്ക് കോളർ ഐ ഡി ഉണ്ടല്ലോ, നമുക്ക് വിളിക്കുന്ന ആളെ കണ്ടുപിടിക്കാനുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ആളെ പേര് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ അവരുടെ വാട്സപ്പിൽ ഇപ്പൊ ഒരു മെത്തേഡ്സ് ഉണ്ട്, വാട്സപ്പിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. സോ അപ്പൊ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നമുക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം. അതായത് ഇയാൾ നമ്മുടെ അടുത്തേക്ക് വരികയാണ് ക്ലയന്റ്, അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു ഇൻഫർമേഷൻ കിട്ടി, ഇയാൾ നാളെ വരുന്നു. അപ്പൊ ആ നാളെ വരുമ്പോ തന്നെ ഇയാളുടെ കുറച്ച് ഇൻഫർമേഷൻ, ക്ലയന്റ് അല്ല കേട്ടോ, ഒരു മെന്റലിസം പെർഫോമൻസിൽ ചെയ്താൽ മതി, എത്തിക്സ് അല്ല, അയാളുടെ കുറെ സോഷ്യൽ മീഡിയസ് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ പേരടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമല്ലോ മാക്സിമം ഇൻഫർമേഷൻസ്. അയാൾ ഇപ്പൊ ആക്സിഡന്റ് ആയപ്പോ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്, അപ്പൊ നോക്കിയാൽ നിങ്ങൾ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായല്ലേ, കഴിക്കാന്ന് ഇടത് കൈനോ വലത് കൈനോ. അപ്പൊ ഇങ്ങനെ അവര് സോഷ്യൽ മീഡിയസ് മൊത്തം അരിച്ചു വെറുക്കുക. അതാണ് ഹോട്ട് റീഡിംഗിൽ ആദ്യം ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? മെന്റലിസം എന്ന് പറയുന്നത് മെന്റലിസം എന്ന് പറയുന്നത് അത്ഭുതമാണോ, ഒബ്സർവേഷൻ ആണോ, സ്കില്ലാണോ? എന്താ തോന്നി? Observation. യെസ്, മെന്റലിസ്റ്റുകൾ ഉണ്ടാവും ഫ്രണ്ട്സ്. ഇത് കഴിഞ്ഞ് തന്നെ തെറി വിളിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാല് ഇതിന്റെ ഒരു യഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെന്റലിസം പഠിച്ചത്. ഞാൻ മെന്റലിസം പഠിക്കാനുള്ള പ്രധാന കാരണം യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളത്. ഇവർ അവകാശപ്പെടുന്നത് ഭയങ്കര അത്ഭുത സിദ്ധി ഒന്നുമല്ല കേട്ടോ. ഒരു രുദ്രാക്ഷൊക്കെ കിട്ടുന്നത് നല്ലതാണ്, കാരണം അതൊക്കെ എന്തിനാണ്? ഇതൊന്നും എനിക്ക് ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടില്ല. ആളുകളെ മുന്നിൽ ഞാനൊരു സിദ്ധനാണെന്ന് തോന്നിപ്പിച്ചാൽ എനിക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ എന്ന് വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മളവരോട് പറയണം, ഇതൊന്നും എന്താ പറയാ സിദ്ധി ഒന്നുമല്ല, പക്ഷെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഒരു സോഷ്യൽ മീഡിയ കഴിഞ്ഞു, പബ്ലിക് ഇൻഫർമേഷൻസ് ഉണ്ട്, അത് നമ്മൾ നോക്കിയെടുക്കുക. അതായത് ഇയാൾ എങ്ങനെയാണ് സൊസൈറ്റിയിൽ എന്നുള്ളത് നമുക്കൊന്ന് അന്വേഷിച്ചാൽ നമുക്ക് കണ്ടെത്താനുള്ള കാര്യമുള്ളൂ. പിന്നെയുള്ളത് കോൺവെർസേഷൻ, അയാൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിൽ നിന്ന് കുറെ കാര്യങ്ങൾ കിട്ടും. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നാണ് ഹോട്ട് റീഡിംഗ്. ശരിക്കും ഹോട്ട് റീഡിംഗ് ആണ് അടിപൊളി, കാരണം അത് യഥാർത്ഥ ഇൻഫർമേഷൻസ് ആയിരിക്കും മുന്നത്തെ
ഗസ് ആണ്. ഇനി അടുത്തത് പില്ലർ 5 മസിൽ റീഡിങ്. ഇത് മാത്രം പഠിപ്പിക്കുന്ന മെന്റലിസ്റ്റുകൾ എനിക്കറിയാം. അതായത് ഇത് മാത്രം ഒരു കോഴ്സായിട്ട് പഠിപ്പിക്കുന്ന മെന്റലിസ്റ്റുകൾ എൻ്റെ അടുത്തുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ വലിയൊരു എമൗണ്ട് കൊടുത്ത് അവർ പഠിപ്പിക്കുന്നു. അതായത് ഇഡിയോമോട്ടർ റെസ്പോൺസസ് നോക്കിയിട്ട് നമ്മൾ അതേപറ്റി പഠിച്ചിട്ടാണ് നമ്മൾ ഇതിനെ മസിൽ റീഡിങ്ങിൽ പ്രധാനമായിട്ട് ചെയ്യുന്നത്. ഭയങ്കര കഷ്ടപ്പാടുള്ള ഒരു ഏരിയയാണ് അത്. നന്നായി കഷ്ടപ്പെട്ട് തന്നെ പഠിക്കേണ്ട ഒരു ഏരിയയാണ്. അതായത് ഇപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ നമുക്കൊരു ഒരു ഹോട്ട് റീഡിങ് ഇപ്പൊ ചെയ്യാം. സോറി, മസിൽ റീഡിങ് ഇപ്പൊ ചെയ്യാം. ആരാ മുന്നോട്ട്? ഒരാള് വീഡിയോ ഓൺ ചെയ്യാവോ? അതായത് വാഹനത്തിൽ ഓടിക്കുന്ന ആളും വീട്ടമ്മയും അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. അവരുടെ പരിപാടികളൊക്കെ ഉണ്ടാവും. അല്ലാതെ ഒരാൾ മുന്നോട്ട് വരണം, എന്നാലും നമുക്കിത് ചെയ്യാൻ പറ്റും. നിങ്ങൾ പാർട്ടിസിപ്പൻസിലാണ് ഞാനത് എങ്ങനെ ചെയ്യാം. ഒരാൾ വരും, നിങ്ങളെല്ലാം ഒബ്സർവ് ചെയ്യും ഞാനത് എങ്ങനെ ചെയ്യണേന്നുള്ളത്. ഓക്കെ, മതിയോ? ഓ പിന്നെന്താണ്, മതിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. വീഡിയോ ഓൺ ചെയ്യണം അത്രേ ഉള്ളൂ. ചെയ്ത് കാണാമോ? നോക്കട്ടെ. ഉണ്ടല്ലേ. ടീച്ചർ ഉണ്ടല്ലേ. ഓക്കെ, ടീച്ചർ ഒരു കാര്യം ചെയ്യൂ. ടീച്ചർ ഒരു 1 രൂപ കോയിൻ ഒന്ന് എടുക്കാവോ? അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. എന്നാ പോട്ടെ, കയ്യിൽ ഒളിപ്പിച്ച് വെക്കാവുന്ന എന്തെങ്കിലും ഒരു കുഞ്ഞൊരു സാധനം എടുക്കാവോ? ചെറിയൊരു സാധനം. ഓക്കെ, ശരി. ഞാനിത് ചെയ്യിപ്പിക്കുന്നില്ല. പക്ഷെ ടീച്ചർ ഇത് നിങ്ങൾ പോയി ചെയ്യണം. ശരിക്കും ഇത് ഇപ്പൊ ചെയ്യുമ്പോ ശരിക്കും നിങ്ങൾ വണ്ടറായി പോകുന്നതുകൊണ്ടാണ്. ഇത് എങ്ങനെയാ ഞാൻ കണ്ടുപിടിക്കാം? നിങ്ങളെല്ലാം കുട്ടികൾ ചെയ്യുന്നതാണ് ഏത് കയ്യിൽ മോതിരം എന്ന് പറയുന്നത് അല്ലെ. ഏത് കയ്യിൽ മോതിരം. സോ അതായത് എന്റെ ഇപ്പൊ കയ്യിൽ ഒരു സാധനം വെച്ച്, എന്റെ ഇല്ല കേട്ടോ, കോയിൻ എടുത്ത് വെക്കണ്ടായിരുന്നു. ഞാൻ ക്ലാസ് അല്ല, മറ്റേ വെബിനാർ ആയതുകൊണ്ട് എടുത്ത് വെക്കാം. ഞാൻ ക്ലാസ്സിൽ ഐറ്റംസ് എടുത്ത് വെക്കും. അപ്പൊ ഞാൻ ഇതിൽ ഒരു കോയിനിൽ വെച്ചു. ഈ കോയിൻ വെച്ചിട്ട് ഞാൻ അവരോട് പറയും, നിങ്ങൾ പുറത്ത് വെച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ച് അത് ഷഫിൾ ചെയ്തോളൂ. എന്നിട്ട് കൈ നീട്ടി പിടിച്ചോളൂ. 100% ഞാൻ കണ്ടുപിടിക്കും. 100% ഞാൻ കണ്ടുപിടിക്കും. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ കുട്ടികളോട് പോയി ചെയ്യണം. ടീച്ചർ റെഡി ആയിട്ടിരിക്കും. ടീച്ചറിന്റെ ഓക്കെ, ടീച്ചർ ഞാനിത് പറയാം, ടീച്ചർ കയ്യിൽ വെച്ചാൽ മതി. ഇത് എന്തിനാ പറയണത് വെച്ചാൽ നിങ്ങൾ സ്റ്റുഡൻസിന്റെ അടുത്ത് ചെയ്യിപ്പിക്കണം. അപ്പൊ നിങ്ങൾ ഒരു സംഭവമാണെന്ന് ബോധ്യപ്പെടുത്താനും സ്റ്റാഫിന്റെ ഇടയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് 2 രീതിയിലാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. ചെയ്തിട്ട് എല്ലാവരും പറയണേ. ഓക്കെ, ഞാനിങ്ങനെ പിടിച്ചു. ഓക്കെ, എന്നിട്ട് അവരോട് നമ്മൾ ജസ്റ്റ് എന്ത് പറയാ, ഒന്ന് ക്രോസ് ചെയ്യാനായിട്ട് പറയാ. ഓക്കെ, ടീച്ചറെ കയ്യില് ഒരു സംഭവം വെച്ചോ? വെച്ച്. അന്ന് ടീച്ചർ ഒന്ന് ക്രോസ് ചെയ്ത് ഞങ്ങൾക്ക് കാണുന്ന രീതിയിൽ ഒന്ന് ക്രോസ് ചെയ്യും സ്ക്രീനില്. ഞാൻ കുറച്ചുകൂടി ചെറിയൊരു സാധനം എടുക്കട്ടെ. കണ്ട, എന്നെ മനഃപൂർവ്വം തോൽപ്പിക്കാൻ വേണ്ടിട്ട് ഒരു ചെറിയ സാധനം എടുക്കാൻ പോയേക്കാണ് കക്ഷി. അതായത് വലുതാണെങ്കിൽ നമ്മുടെ കൈ ഇങ്ങനെ പ്രൊജക്ട് ചെയ്യല്ലോ. ഓക്കെ, ഇത് 2 രീതിയിൽ നമ്മളെ പറ്റിക്കും ആളുകളെ. അതായത് നിങ്ങളൊരു മെന്റലിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഇത് കണ്ടുപിടിക്കാതെ എടുത്തോ. ശരി, ടീച്ചറ് ഇഷ്ടമുള്ള ഒരു ഹാൻഡിൽ അത് വെച്ചോളൂ. എനിക്കിത് നേരിട്ട് കണ്ടാലേ പിടിക്കാൻ പറ്റുള്ളൂ, കാരണം മസിൽ റീഡിങ് ഇമ്പോർട്ടന്റ് ആണ്. ഇതിങ്ങനെ ക്ലിയറൻസ് ഇല്ല. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. ടീച്ചറെ കൈ മുന്നോട്ട് ഇങ്ങനെ പിടിക്കാവോ? ഞാൻ സ്ക്രീനിൽ ചെയ്യുന്നത് പോലെ പിടിക്കാവോ? ഇത് മസിൽ റീഡിങ് ആണ്. ഓക്കെ, ടീച്ചറിന്റെ ഇത് പോയോ? കാണാനില്ലല്ലോ. കിട്ടുന്നുണ്ടോ? അല്ല, ഓക്കെ 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 ഓക്കെ, ഇല്ല, കൈ ഒന്ന് പൊക്കുവോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യോ? മതി, വെച്ചോളൂ. താഴെ വെച്ചോളൂ, താത്തിക്കോളൂ. നിങ്ങളുടെ അഭിപ്രായത്തില് ടീച്ചറിന്റെ ഈ ഒബ്ജക്റ്റ് റൈറ്റ് ഹാൻഡിലാണോ ലെഫ്റ്റ് ഹാൻഡിലാണോ? നിങ്ങൾ എന്ത് പറയുന്നു? എങ്ങനെ? ലെഫ്റ്റ്. റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? അല്ല, എനിക്ക് ക്ലിയർ ആയിട്ട് അറിയേണ്ടത് ഏറ്റവും കൂടുതൽ ആളുകൾ ഏത് ഹാൻഡാണ് പറയുന്നത്. അതല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഒബ്സർവേഷൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ പുറകിലുള്ള സയൻസ് ഞാൻ ഇപ്പൊ പറയാം. ടീച്ചറെ, ഏറ്റവും കൂടുതൽ പോളിങ് ലെഫ്റ്റിനാണ് കേട്ടോ. ലെഫ്റ്റ്. റൈറ്റ് ആരെങ്കിലും പറയാൻ താല്പര്യപ്പെടുന്നുണ്ടോ? എന്തുകൊണ്ടാന്ന് വെച്ചാൽ ലെഫ്റ്റ് പറഞ്ഞപ്പോ ടീച്ചർ ചിരിച്ചു. അതൊരു ലെഫ്റ്റ് പറഞ്ഞപ്പോ ടീച്ചർ ചിരിച്ചു. എന്താ ടീച്ചർ ചിരിക്കാൻ കാരണം നമുക്ക് അറിയില്ല. ചിലപ്പോൾ നമ്മളെ കബളിപ്പിക്കുന്നതാണോ എന്ന് നമുക്ക് അറിയില്ല. ഓക്കെ, ശരി. ടീച്ചറിന്റെ ലെഫ്റ്റ് ഹാൻഡിലെന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, ടീച്ചർ ഏത് ഹാൻഡിലായിരുന്നു അത് വെച്ചത്? റൈറ്റ്. എന്താ ഞാൻ എഴുതി വെച്ചേക്കണത്?
ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടാണ് ടീച്ചറോട് ചോദിച്ചത്. നിങ്ങൾ തെറ്റിദ്ധരിക്കും, ഓ ഇയാള് പേനയൊക്കെ എടുത്ത് ഇവിടെ എഴുതി വെച്ചു. ടീച്ചറിന്റെ ഞാൻ ആദ്യം പേനോണ്ട് എഴുതി, ടീച്ചർ വെക്കുമ്പോഴേ ഞാൻ ഇവിടെ 6 ഇട്ട് വെച്ചു. അതിനുശേഷം ഇങ്ങനെ പിടിച്ചിട്ടാണ്. നിങ്ങൾ വീഡിയോ വീണ്ടും 2ാം വട്ടം കാണുമ്പോൾ എന്റെ നിരപരാധിത്വം തെളിയും. ഓക്കെ, എനിക്ക് ഉറപ്പായിരുന്നു ഐഷ ടീച്ചർ റൈറ്റിലേക്ക് ചെയ്യും. അതാണ് മെന്റലിസത്തിന്റെ പവർ. ഇത് ഞാൻ തോൽക്കില്ല, ഒരിക്കലും തോൽക്കില്ല. ഓക്കെ, അപ്പൊ നമുക്കിത് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം അല്ലെ. 2 രീതിയിൽ നമുക്കിത് ക്യാപ്ചർ ചെയ്യാം. ഞാൻ അങ്ങനെയല്ല ക്യാപ്ചർ ചെയ്യാറ്. ഞാൻ അവരുടെ ഫേസ് നോക്കിയിട്ടാ ക്യാപ്ചർ ചെയ്യാറ്. പക്ഷെ നിങ്ങൾ അങ്ങനെ ആയിട്ടില്ല. നിങ്ങൾ ഹലോ, പറഞ്ഞോളൂ സാർ. ഇത്ര ഉറപ്പായിട്ട് റൈറ്റ് ഹാൻഡ് തന്നെ പറയാൻ കാരണം ഉണ്ടാവണമല്ലോ. പറയാം, തീർച്ചയായിട്ടും പറയാം. അത് ഞാൻ കാരണം പറയാം. ഇപ്പൊ ഇത് അതല്ല കേട്ടോ, പാർട്ടിസിപ്പൻസിന് എന്റെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് ഒരു മസിൽ റീഡിങ്ങിനകത്ത് ഒരു കാര്യം, ഒരു ഇൻഡിക്കേഷൻ ശരിക്കും പറഞ്ഞാൽ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതായത് ഹാൻഡ് ക്രോസ് ചെയ്ത് വെച്ചപ്പോ ഈ കൈയുടെ, അതായത് നമ്മുടെ കയ്യിൽ വെയിറ്റ് ഇരിക്കുമ്പോ നമ്മുടെ കൈ ഒന്ന് ഈ റിസ്റ്റ് ഉണ്ടല്ലോ, റിസ്റ്റ് ഒരു ഇച്ചിരി താന്നു പോകും. ഞാൻ അങ്ങനെ റിസ്റ്റ് താത്തിയാണ് വെച്ചിരുന്നത്. പിന്നെയാണ് എനിക്ക് താത്തി വെക്ക. ടീച്ചർ പറയണത് ശരിയായിരിക്കാം മേ ബി. പക്ഷെ ഇവിടെ ഞാൻ പഠിപ്പിച്ചു തരുന്നത് അതല്ല. യൂണിവേഴ്സലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടതാണ്. പക്ഷെ ടു ബി ഫ്രാങ്ക്, ഞാൻ അങ്ങനെയല്ല ഒബ്സർവ് ചെയ്യുന്നത്. ഞാൻ ഫേസ് റീഡിംഗ് ആണ് ഇതിൽ ചെയ്യുന്നത്. പക്ഷെ ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഫേസ് റീഡ് ചെയ്യാൻ ആയിട്ടില്ല. തൽക്കാലം നമുക്ക് ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഫ്രീ ഫോം മെന്റലിസം ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ അല്ല. ഫ്രീ ഫോം ചെയ്യണമെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസ് വേണം. ഞാൻ നിങ്ങൾക്ക് ഗിമ്മിക് മെന്റലിസത്തിലൂടെ ഫ്രീ ഫോമിലൂടെ ഞാൻ പറഞ്ഞു തരാം. പക്ഷെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയോ. നമ്മളെ 2 രീതിയിൽ ക്ലയന്റ് നമ്മളെ പറ്റിക്കും. അതായത് ലെഫ്റ്റ് ആണല്ലേ എന്ന് ചോദിക്കുമ്പോൾ റൈറ്റ് ആയിരിക്കും. എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ള രീതിയിൽ ചിരിക്കും. നമ്മൾ ആ ചതിക്കുഴിയിൽ വീഴും. നമ്മൾ ലെഫ്റ്റ് എന്ന് പറയും. നിങ്ങൾ അങ്ങനെ വീണോ ചതിക്കുഴിയിൽ? ടീച്ചർ നിങ്ങളെ പറ്റിച്ചു. കാരണം ടീച്ചർ ചിരിച്ചപ്പോ എല്ലാരും ഉറപ്പിച്ചു ലെഫ്റ്റ് എന്ന്. പിന്നെ നമുക്കൊരു ഇതുണ്ടല്ലോ, ഒരു പീപ്പിൾ സൈക്കോളജിയിൽ മാസ് സൈക്കോളജി പഠിക്കുന്നില്ലേ, ഒരാൾ എന്ത് പറയുന്നു അതിന്റെ പുറകെ എല്ലാവരും കൂടും. ഒരാൾക്ക് മുദ്രൊഴിക്കാൻ പോകുന്നത് എല്ലാവർക്കും വരിവരിയായിട്ട് ആ ഫീലിങ്സ് വരും. ഇതൊരു ഹ്യൂമന്റെ ഒരു പ്രശ്നമാണത്. സോ ഇവിടെ അതല്ല. കുറച്ച് അകന്നിരിക്കാം. ഇപ്പൊ ഒബ്ജക്റ്റ് എന്റെ കയ്യിലുണ്ടെന്ന് ഇരിക്കാം. ഏത് വസ്തു നമ്മുടെ കയ്യിൽ വന്നാലും ഇങ്ങനെ കാണും അല്ലെ. ആ കൈ എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് പ്രകാരം കുറച്ച് താഴും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൈ എപ്പോഴും നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്. സോ നമുക്കൊരു ഒബ്ജക്റ്റ് വരുന്ന സമയത്ത് നമ്മുടെ കൈ ഒരു പൊട്ടിക്ക് മറ്റേ കൈനേക്കാളും താഴും. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടാമത്തെ ഒരു ടെക്നിക്ക് ഫ്രീ ഫോം അല്ല. ഫ്രീ ഫോം നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റില്ല ഈ കേസിൽ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മറ്റൊരു രീതിയിലാണ് പറഞ്ഞിരുന്നത്. ഏത് കയ്യിലാണ് ഇവർ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതാണ് താഴേക്ക് ക്രോസ് ചെയ്യുക. ടീച്ചർ ഇതിൽ അങ്ങനെ ചെയ്തു. ടീച്ചർ ഇവിടെ പക്ഷേ 90% ആളുകളെ ഇങ്ങനെ ചെയ്യുള്ളൂ. 10% ആളുകള് അവരെന്ത് ചെയ്യും? അതിനോട് പറഞ്ഞ കാര്യം, ഇങ്ങനെ ക്രോസ് ചെയ്യാനല്ല പറഞ്ഞേ, ഓക്കെ ഇനി പറഞ്ഞോളൂ. അങ്ങനെ പറ്റിക്കും. അതായത് ഇങ്ങനെയും ചെയ്തിട്ട് അവര് ഇങ്ങനെയും ചെയ്യുന്ന ബിരുദന്മാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യും? 9 തവണ ഒരേ സമയം ഞാൻ ഒരാളെ ഇത് പറഞ്ഞ് പറ്റിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 9 തവണയും അവര് കോയിൻ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, ഇനി നിങ്ങൾ എവിടെയാണ് തോൽക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് 9 ടൈംസ് ചെയ്തു. അപ്പൊ അവര് പറഞ്ഞു, ഓക്കെ ഇത് സിമ്പിൾ ആണ്, ഞാൻ നിങ്ങൾ ഒന്ന് ചെയ്യട്ടെ, നിങ്ങൾ കോയിൻ പിടിക്കുന്നത്. ഫസ്റ്റ് തവണ ഞാൻ പൊട്ടിച്ചു. അതെങ്ങനെയാ പൊട്ടിച്ചത്? റോങ് എക്സ്പ്രഷൻസ് ഇട്ടിട്ട്. അതായത് നമ്മളെ കണ്ടുപിടിച്ചു നമുക്ക് ഫീൽ വരുത്തുന്ന രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് റോങ് എക്സ്പ്രഷൻ. സോ 2 ടെക്നിക്സ്. ഒന്ന്, ഒരു അല്പം താഴ്ന്നു നിൽക്കും. മറ്റൊന്ന്, ഒബ്ജക്റ്റ് പിടിച്ചിരിക്കുന്ന കൈ താഴേക്കാണ് ക്രോസ് ചെയ്യുക. ക്ലിയർ ആണോ? ക്ലിയർ ആയോ? കാരണം വ്യക്തമായോ? പരീക്ഷിച്ച് നോക്കണം. നിങ്ങൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഓവർ കോൺഫിഡൻസ്. ടീച്ചറുടെ ലെഫ്റ്റ് ഹാൻഡ് ആയിരുന്നല്ലോ താഴെ ഇരിക്കുന്നത്, താഴോട്ട്. അല്ല, ഞാൻ പറഞ്ഞില്ലേ റൈറ്റ് ആയിരുന്നു. റൈറ്റ് ആണ് താഴെ ഇരുന്നത്. ഞാനത് താഴെ വെച്ച് കഴിഞ്ഞിട്ടാണ് ആലോചിച്ചത്, ഈ ഒരു സംഭവം ആലോചിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചു പിടിച്ചല്ലോ എന്ന് വിചാരിച്ചു. പ്രശാന്ത് അത് കണ്ടുപിടിക്കുന്ന എനിക്കറിയാം. അതെ, ഇത് മാത്രല്ല, നമുക്ക് മസിൽ റീഡിംഗ് ഉണ്ട്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് കമ്പൈൻ ചെയ്ത് നമ്മൾ വാലിഡേറ്റ് ചെയ്യണം. ഇപ്പൊ ഇത് മാത്രം ചെയ്തിട്ട് അതും കൂടെ ചേർക്കുമ്പോൾ അത് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ എന്ത് പറയുന്നത്. ഒരു ഡൗട്ട് ചോദിക്കട്ടെ. സാറ് പറഞ്ഞു ഫസ്റ്റ് മുൻകൂട്ടിയെ ഞാൻ എഴുതി വെച്ചു എന്ന് പറഞ്ഞു. ഇതൊക്കെ കാണുന്നതിന് മുന്നേ എഴുതി വെച്ചു എന്ന് പറഞ്ഞു. അതാണ് ചോദ്യം. അതാണ് മെന്റലിസം.
ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഏത് നമ്പർ എടുക്കും എന്നുള്ളത് മുൻകൂട്ടി നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ഞാനിവിടെ ഐ ഹാവ് എ പ്രഡിക്ഷൻ എന്നിട്ട് ഇങ്ങനെ കൈവടച്ചിട്ട് ഇനി പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ കാണിച്ചു തരുന്നുണ്ടല്ലോ, അത് മെന്റലിസമാണ്. അത് ദയവായിട്ട് നിങ്ങൾ ക്ഷമിക്കുക. ഈ പ്ലാറ്റ്ഫോമിൽ അതെനിക്ക് അനൗൺസ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് മറ്റേ കോഴ്സിന്റെ ഒരു ഒറ്റ ടെക്നിക്കാണ്. അതിവിടെ അനൗൺസ് ചെയ്തിട്ട് റെക്കോർഡ് ക്ലാസ് ആയതുകൊണ്ട് വിമ്പിള് അത് അനുവദിക്കില്ല. കാരണം അത് റെക്കോർഡ് ക്ലാസ്സിൽ അനുവദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനും പരിമിതി വിട്ടുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനിതെല്ലാം പറഞ്ഞു തരുന്നത്. അപ്പൊ 2 ടെക്നിക്സ് പറഞ്ഞു തന്നു. ഉറപ്പായിട്ട് 90% നിങ്ങൾക്ക് ഇത് സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ 2 കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം, അയാളോട് വീണ്ടും ഇത് ചെയ്യിപ്പിക്കാതിരിക്കുക. ഒരു പ്രാവശ്യം ചെയ്യിച്ചപ്പോൾ ആൾ പറയും ഒന്നുകൂടെ ഒന്ന് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ പറയേണ്ട കാര്യം, മെന്റലിസം ഒരിക്കലും റിപ്പീറ്റ് ചെയ്തിട്ട് ഒരാളെ ചെയ്യരുത്. ഫെയിലിയർ ആവാനുള്ള സാധ്യത കൂടുതലുണ്ട്. മാത്രമല്ല അയാളിത് പഠിക്കും, അയാൾക്ക് ഇത് മനസ്സിലാവും. സോ 5th പില്ലർ എന്ന് പറയുന്നത് മസിൽ റീഡിംഗ് ആണ്. അത് ഞാനിപ്പോ കണ്ടു. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് റെസ്പോൺസ് നോക്കിയിട്ട് സൂക്ഷ്മ പേശി തലങ്ങൾ നോക്കിയിട്ട് പ്രതികരണങ്ങൾ കണ്ടെത്തുക. 6th പില്ലർ സജഷൻസ് ആണ്. ഞാൻ പറഞ്ഞു സജഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതിനകത്ത് 3 സജഷൻ ആണ് നമ്മൾ പഠിക്കേണ്ടത്. പ്രധാനമായിട്ടും പ്രീഫോം മെന്റലിസത്തിന്റെ രഹസ്യ ആയുധം എന്നാണ് ഇതിനെ പറയുന്നത്. നേരത്തെ ഒരു ബാക്ക് ബോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു പ്രീഫോം മെന്റലിസത്തിന്റെ ബാക്ക് ബോൺ? ഏതായിരുന്നു? നിരീക്ഷണ ബുദ്ധി അഥവാ ഒബ്സർവേഷൻ. സോ ഇതിനകത്ത് വരുന്നത് ഡയറക്റ്റ് സജഷൻസ്, ഇൻഡയറക്റ്റ് സജഷൻ ആൻഡ് എംബഡഡ് സജഷൻസ്. EMBEDDED എംബഡഡ് സജഷൻസ്. അല്ലെ, ഡയറക്റ്റ് സജഷൻസ് പ്രധാനമായിട്ട് വരുന്നത് നമ്മൾ അയാളുടെ കണ്ണടച്ചിരിക്കാൻ പറയുക. കണ്ണടച്ചിരുന്നിട്ട് നിങ്ങൾ എല്ലാവരും ഈ ഒരു എക്സ്പെരിമെന്റ് ഒന്ന് ചെയ്യാവോ? സമയം അതിക്രമിച്ചു. നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ണടച്ചിട്ട് 5 times ബ്രീത്ത് ഒന്ന് എടുക്കുക. നിങ്ങൾ നന്നായിട്ട് ബ്രീത്ത് എടുക്കുക. 5 times ബ്രീത്ത് എടുക്കുക. ഓക്കെ, നിങ്ങൾ ഭയങ്കര റിലാക്സ്ഡ് ആണ്. ഓരോ തവണ ശ്വാസം നിങ്ങളുള്ളിലേക്ക് എടുക്കും തോറും നിങ്ങൾ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലോട്ട് പോകുന്നുണ്ട്. ഓരോ തവണ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും പ്രകൃതിയിലെ ഭയങ്കരമായ പോസിറ്റിവിറ്റി നിങ്ങളിൽ ഓരോ ചൈതന്യത്തെയും ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ട് നിങ്ങളുടെ ഓരോ സെല്ലിലേക്കും അത് പ്രവഹിക്കുന്നു. നിങ്ങൾ ഓരോ തവണ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴേക്കും നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ നെഗറ്റിവിറ്റീസും പയ്യെ പയ്യെ നിങ്ങളിൽ നിന്ന് വിട്ടു പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒരു ഡീപ് ബ്രീത്ത് എടുക്കുക. 5 times റിപ്പീറ്റ് ചെയ്യുക. ജസ്റ്റ് അതിനെ ഹോൾഡ് ചെയ്യുക. ശേഷം സ്ലോലി എക്സൈൽ ചെയ്യുക. ടേക്ക് എ ഡീപ് ബ്രീത്ത്, ഹോൾഡ് ഇറ്റ് ഓൺ ആൻഡ് വെരി സ്ലോലി എക്സൈൽ. മൂക്കിലൂടെ ശ്വാസം എടുക്കുക, വായിലൂടെ പുറത്തോട്ട് വിടുക. ഇതിങ്ങനെ 5 times റിപ്പീറ്റ് ചെയ്യും. നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലായി. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലായി. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പോവാണ്. കണ്ണുകൾ തുറക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വിരലുകൾ ഇങ്ങനെ പിടിക്കുക. ആദ്യം നിങ്ങൾ കൈകൾ ഇങ്ങനെ ക്രോസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ 2 വിരലുകൾ നിന്ന് വർത്തി പിടിക്കുക. ഈ 2 വിരലുകൾ നന്നായിട്ട് ലൂസ് ആക്കി ഇടാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇതിന് എന്ത് തോന്നുന്നോ അത് അതിലേക്ക് പൊക്കട്ടെ. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് എന്നെയല്ല നോക്കേണ്ടത്, ഈ 2 കൈവിരലുകളെ നടുക്കോട്ടാണ് നിങ്ങൾ നോക്കേണ്ടത്. അത് സൂം ഇൻ ആവുന്ന ആ ഒരു സമയം, സൂം ഔട്ടായി സൂം ഇൻ ചെയ്യുന്ന ചുറ്റുപാടുള്ള കാര്യങ്ങൾ ബ്ലറായിട്ട് ഫീൽ ചെയ്യും. നിങ്ങളുടെ കൈകൾ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. എല്ലാവരും ചെയ്യാട്ടോ. നിങ്ങൾക്ക് എത്ര സജസ്റ്റബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, നിങ്ങളുടെ ഈ 2 വിരലുകൾക്കും ചുറ്റിലും ഞാനൊരു ത്രെഡ് ഉപയോഗിച്ചിട്ട് വളരെ ടൈറ്റ് ആക്കി കെട്ടും. ഓരോ സെക്കൻഡ് കഴിയും തോറും നിങ്ങളുടെ കൈകൾ നന്നായിട്ട് ടൈറ്റായി വരും. ഓരോ സെക്കൻഡ് കഴിയും തോറും നല്ലവണ്ണം ഞാൻ ടൈറ്റ് ആക്കണം. ടൈറ്റ് ആക്കുന്നതനുസരിച്ച് നിങ്ങളുടെ വിരലുകൾ നല്ലവണ്ണം ടൈറ്റ് ആവും. ജസ്റ്റ് 2 സെക്കൻഡ് കഴിയുമ്പോഴേക്കും ആ വിരലുകൾ ഒരു കാന്തം വെച്ച് വലിക്കുന്നത് പോലെ നിങ്ങളുടെ കൈകളിലേക്ക് ടൈറ്റായിട്ട് അതിങ്ങനെ വരും. നന്നായിട്ട് ടൈറ്റ് ആവും. നല്ല വലിവായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ കിട്ടുന്നുണ്ടാവും. നല്ല അട്രാക്ഷൻ ഉണ്ട്, നന്നായിട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. വിരലുകൾ ഏത് നിമിഷവും നന്നായിട്ട് ടച്ച് ആവും. ഓക്കെ, ഇതൊരു സജഷൻ ആണ്. കുറെ പേരൊന്നും ചെയ്തിട്ടില്ല, ഞാൻ വീഡിയോയിൽ കാണുന്നുണ്ടായിരുന്നു. സോ ഇത് ചെയ്തവര് കുറെ പേർക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇതിനെ വിളിക്കുന്ന പേരാണ്, എത്ര പേർക്ക് കിട്ടി? ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയോ? ഒരാളെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു? ജസ്റ്റ് ഒന്ന് പറയാമോ, ഒരാളെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഫീൽ കിട്ടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും കിട്ടും. എന്താ അവസ്ഥ? ട്രൈ ചെയ്തു, അടുത്ത് കിട്ടി. വെരി ഗുഡ്. സോ നിങ്ങൾ വളരെ ടച്ച് ചെയ്തു. യെസ്, വെരി ഗുഡ്. അപ്പൊ അതിനർത്ഥം യു ആർ എ ഗുഡ് സബ്ജക്ട്
ഫോർ ഹിപ്നോതെറാപ്പി ഓർ ഹിപ്നോട്ടിസം. കാരണം നിങ്ങളൊരു നല്ല ബാക്കിയുള്ള ബാഡ് സബ്ജക്ട് എന്നല്ല, അടുത്തിട്ടേ ഇല്ല, സെയിം ഡിസ്റ്റൻസ്. അതെനിക്ക് ടീച്ചറിന്റെ കാര്യം എനിക്ക് അറിയാം. ടീച്ചർ ഹിപ്നോതെറാപ്പിയിൽ അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ക്രിട്ടിക്കൽ മൈൻഡ്, നമ്മുടെ പ്രീഫ്രോണ്ടൽ കോർട്ടക്സിലുള്ള ബ്രെയിനിന്റെ ഫ്രോണ്ടൽ ലോബ്, പറൈറ്റൽ ലോബ്, ടെമ്പറൽ ലോബിൽ, ഓക്സിപിറ്റൽ ലോബ് എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ. ആ ഒരു ഫ്രോണ്ടൽ ലോബിന്റെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിൽ നമുക്ക് നമ്മളെ ഇത് തിരിച്ചറിയും. അതായത് യുക്തി അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. നീ എന്തിനാണ് ഇവന്റെ വാക്ക് കേട്ടിട്ട് ആവശ്യമായിട്ട് കൈയടിപ്പിക്കുന്നത്? നിനക്കൊരു ജെനുവിനിറ്റി ഇല്ലേ? നിനക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഇല്ലേ? നീ ഒന്നും ചെയ്യണ്ട. നീ ചെയ്ത് കഴിഞ്ഞ ഇവരുടെ മുന്നിൽ നീ വളരെ സജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് മറ്റൊരു തിരിച്ചറിയും. ഈ ഒരു സാധനം ഇവിടെ നിങ്ങൾ തന്നിട്ടിരിക്കും. സോ നമുക്ക് ഇതിനെ ബൈപ്പാസ് ചെയ്തിട്ട് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് സബ് കോൺഷ്യസിലേക്ക് പോകണം. സോ ക്രിട്ടിക്കൽ ഫാക്ടറിനെ ബൈപ്പാസ് ചെയ്യണം. ഇത് ചിലരിൽ സാധിക്കില്ല. അവരെ നമ്മൾ ലെസ് സജസ്റ്റബിൾ പേഴ്സൺ എന്ന് വിളിക്കും. എന്ന് പറഞ്ഞാൽ അവർ മോശക്കാരൊന്നുമില്ല, പക്ഷെ ഹിപ്നോട്ടിസ്റ്റിന് അവരൊരു ബാഡ് സബ്ജക്റ്റ് ആണ്. ബാഡ് സബ്ജക്ട് എന്ന് വെച്ചാൽ മോശം സബ്ജക്ട് എന്ന അർത്ഥത്തിലല്ല കേട്ടോ. അവന് ബാഡ് ഉണ്ടാക്കി കൊടുക്കും. അവർക്ക് ഹിപ്നോട്ടിസ്റ്റിന് ബാഡാണ് ഇവര്. പേരുദോഷം ഉണ്ടാക്കുന്ന സബ്ജക്ട് ആയതുകൊണ്ടാണ് ബാഡ് സബ്ജക്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഐഷ ടീച്ചർക്ക് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് എനിക്ക് പണ്ടേ അറിയായിരുന്നു. സോ ടീച്ചർക്ക് അത് സാധിക്കാൻ കുറച്ച് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇത് കൂട്ടിയെടുക്കാം. മെഡിറ്റേഷൻ ഇത് ശരിക്കും എനിക്കറിയാം, സസെപ്റ്റിബിലിറ്റി എനിക്ക് കുറവാന്നുള്ള ഞാൻ പ്രശാന്തനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതെനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു. എങ്ങനെ അതെ വേറൊരു സാധനവും കൂടി ഉണ്ട്. എനിക്കൊരു ഇച്ചിരി ഒരു കാര്യം എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പം അതെങ്ങനെയെങ്കിലും പോയി ചെയ്തെടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ആ സാധനമാണ് ഇവിടെ എനിക്ക് ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നത്. അതെ 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 അതെ. അപ്പം എല്ലാ ആളുകളിലും ഇത് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതൊരു പ്രശ്നമല്ല. പക്ഷെ സജസ്റ്റബിലിറ്റി കൂട്ടാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൂട്ടാൻ പറ്റും. നിരന്തരമായ മെഡിറ്റേഷനിലും ധ്യാനത്തിലൂടെ ഒക്കെ നമുക്കത് കൂട്ടിയെടുക്കാൻ പറ്റും. സോ ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഡയറക്റ്റ് സജഷൻ. അതായത് മെന്റലിസ്റ്റ് പറയുന്നതനുസരിച്ചിട്ട് അവർ മൂവ് ചെയ്യുക. ഇവിടെയാണ് നമ്മൾ ഇങ്ങനെ ആളെ മയക്കി കിടത്തുന്നതും കണ്ണു തുറക്കുന്ന സമയത്ത് പലരെയും കാണുന്നതും, സിനിമാ നടനെ കാണുന്നു, അല്ലെങ്കിൽ ഡിഫറെന്റ് ആക്ടേഴ്സിനെ കാണുന്നു, അതുപോലെ തന്നെ അവരെ കൃഷ്ണനെ കാണുന്നു, ഇഷ്ടപ്പെട്ട പച്ചവെള്ളം ജ്യൂസ് ആയിട്ട് മാറുന്നു. അതൊക്കെ ഈ ഡയറക്റ്റ് സജഷൻസിലൂടെയാണ് ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് ഇൻഡയറക്റ്റ് സജഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സജഷൻസ് ഒന്നും കൊടുക്കണ്ട, അവര് തന്നെ അവർക്ക് ആ ഒരു ഫീലിങ്സ് അവരുള്ളിൽ തന്നെ വരുത്തിയെടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻഡയറക്റ്റ് സജഷൻസ് എന്ന് പറയുന്നത്. പിന്നെ എംബഡഡ് സജഷൻസ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു, നിങ്ങൾ ഇപ്പോൾ അത് ഫീൽ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു, നമ്മൾ തന്നെ അങ്ങ് പറയുകയാണ്. അതായത് അവരത് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മൾ പറഞ്ഞതിനനുസരിച്ചിട്ട് അവരങ്ങനെ മാറിയെടുക്കണം. ഓക്കെ, ലാസ്റ്റ് പില്ലർ എന്ന് പറയുന്നത് ഇംപ്രൊവിസേഷൻ എന്ന് പറയുന്ന പില്ലറാണ്. ഇംപ്രൊവിസേഷൻ, IMPROVISATION, ഇംപ്രൊവിസേഷൻ. അതെന്താണ്? പ്രീഫോം മെന്റലിസത്തിലെ ലാസ്റ്റ് പില്ലർ, ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കഴിവായിട്ടാണ് ഇതിന് മെന്റലിസ്റ്റുകൾ പറയുന്നത്. അതായത് ഓഡിയൻസ് പറഞ്ഞതനുസരിച്ച് ഒരു സ്റ്റോറിയെ പെട്ടെന്ന് മാറ്റുക എന്ന് പറയുന്ന ഒരു അവസ്ഥ. അതായത് ഓഡിയൻസ് ഒരു കാര്യം നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്, റിയൽ ആയിട്ടുള്ള കാര്യത്തിന് സഡൻലി അവര് ചേഞ്ച് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അവരുടെ വേ ഓഫ് തിങ്കിങ്ങിൽ നിന്നുകൊണ്ട് നമ്മൾ അതിനെ മാറ്റി എഴുതുകയാണ് ചെയ്യുന്നത്. മെന്റലിസ്റ്റിൽ നമുക്ക് കൂടുതലായിട്ട് അത് വരുമ്പോൾ പഠിക്കാം. അപ്പൊ ഇത്രയും കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഞാൻ ഈ പറയുന്ന ഒരു ടെക്നിക്ക് പരീക്ഷിക്കുക. അതുപോലെ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അതനുസരിച്ച് നിങ്ങളുടെ ക്ലയൻസിനോട് പ്രവർത്തിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അക്കാഡമിക് കൗൺസിലിനോട് ചോദിച്ച നമ്പർ തരും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ട് ചോദിക്കാം. ഇതിൽ ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കൗൺസിലർക്ക് ഷെയർ ചെയ്യാം. ആ PPT നിങ്ങൾക്ക് അതിന്റെ PDF ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്തുതരാം, PPT ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്തുതരാം. അപ്പൊ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ ക്ലാസ് ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ചുരുക്കിയതാണ്. 1 മണിക്കൂർ 6 മിനിറ്റ് കഴിഞ്ഞു. സോ അനുവദനീയമായ സമയം നോക്കടെ അതിക്രമിച്ചിരിക്കുകയാണ്. എന്താ വേണ്ടത്? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കോ? ലാസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം സർ. ലാസ്റ്റ് പോയിന്റ്, 7ാമത്തെ പോയിന്റ്. അതില് ഇംപ്രൊവൈസേഷൻ എന്ന് പറഞ്ഞ പില്ലർ അല്ലേ? അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞുതരാം. അതിന്റെ സ്പെല്ലിംഗ് IMPROVISATION. സാർ അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരുമോ? ഓക്കെ, അതായത് ഇംപ്രൊവൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മുൻകൂട്ടിയിട്ട് സ്ക്രിപ്റ്റ് നമ്മുടെ കയ്യിൽ ഇല്ല. അതായത് മുന്നിലുള്ള വ്യക്തിയുടെ പ്രതികരണങ്ങളും വാക്കുകളും വികാരങ്ങളും ശരീരഭാഷയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് ആ സ്പോട്ടിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്റ്റോറി. അതായത് എനിക്കറിയായിരുന്നു നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നു, അതായത് ആ ജസ്റ്റ് ഒരു ഹിന്റ് അവർ തരും, എനിക്കറിയായിരുന്നു. അപ്പം അതെങ്ങനെയാണ് സാർ മനസ്സിലാക്കിയത്? അതായത്
പണിക്കർ ചെയ്യുന്ന പരിപാടിയാണ് ഇംപ്രൂവൈസേഷൻ. അതായത് ചെറിയൊരു ഹിന്റ് കൊടുത്തിട്ട് അതിൽ നിന്നൊരു കഥ ഉണ്ടാക്കും. അതായത് യഥാർത്ഥത്തിൽ നമ്മൾ ആ വ്യക്തിയെ പറ്റി മനസ്സിലാക്കി വെച്ച കാര്യം അതൊന്നും ആയിരിക്കില്ല. വ്യക്തിയിൽ നിന്ന് തന്നെ വ്യക്തിയുടെ സ്റ്റോറി നമ്മൾ പറഞ്ഞു കൊടുക്കുക. ആ വ്യക്തി ഒരു ഹിന്റ് ഇട്ട് തരും, നമ്മൾ അടുത്തൊരു കഥ ഉണ്ടാക്കും. അടുത്ത ഹിന്റ് ഇട്ട് തരും, അടുത്തൊരു കഥ ഉണ്ടാക്കും. അങ്ങനെ മൊത്തത്തിൽ അത് നമ്മളാണ് ഉണ്ടാക്കിയത് എന്ന് വരുത്തി തീർക്കുന്ന ഒരു കഥ. അതാണ് നമുക്കറിയാലോ ജ്യോതിഷ പണ്ഡിതര് ചെയ്യുന്ന ചില, എല്ലാവരും അല്ല, പക്ഷെ ചിലരൊന്നും കോൾഡ് റിയാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അത്. അതെ 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 ഊഹിച്ചെടുക്കുന്ന കോൾഡ് റീഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. അതെ 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 ഒരു കാര്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറയാണ്, നിങ്ങൾ ഈ അടുത്തിടെ ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുത്തിട്ടുണ്ട്. കാരണം അതിന്റെ ഒരു ഹിന്റ് അയാൾ തന്നിട്ടുണ്ട്. അയാള് അത് തലയെ കുലുക്കാന്ന് വിചാരിക്കാം. തല കുലുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്മേ കയറിയിട്ട് അത് സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ ഇങ്ങനെ എക്സാമ്പിൾ പറഞ്ഞാൽ ഈ അടുത്ത് നിങ്ങൾ ഒരു പ്രധാന തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പൊ അയാള് ഇല്ല, തീരുമാനം എടുത്തിട്ടില്ല, അത് വിട്ടേക്കട്ടോ, ഒരു കാര്യം അതിന് മേലെ പിന്നെ തൂങ്ങരുത്. അതെ അതെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതുമേ ഇംപ്രവൈസേഷൻ എങ്ങനെയാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തീരുമാനം ഭയങ്കര എളുപ്പമായിട്ടില്ല. അത് നിങ്ങളെ കുടുംബത്തിൽ കുറച്ച് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ തീരുമാനം നിങ്ങളുടെ തീരുമാനം, സ്വാഭാവികമായിട്ട് ഒരാളെ തീരുമാനം മറ്റാൾക്ക് പ്രശ്നം ഉണ്ടാവുമല്ലോ. എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ അയാൾ പ്രതികരിക്കുന്നത് പോസിറ്റീവ് ആണെങ്കിൽ വീണ്ടും അടുത്ത ഇംപ്രവൈസേഷൻ കൊടുക്കുക. അങ്ങനെ അയാൾ തരുന്ന പ്രതികരണത്തിൽ നിന്നുകൊണ്ട് അടുത്ത മേഖലയിലേക്ക് സ്റ്റെപ്പായിട്ട് കയറും. ആ ഒരു പ്രക്രിയയാണ് ഇംപ്രവൈസേഷൻ പറയുന്നത്. ഓക്കെ, അത് ഞാൻ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോയത് സമയമില്ലാത്തതുകൊണ്ട്. അത് നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. സാധാരണ ഈ ജ്യോതിഷ രത്നങ്ങൾ ചെയ്യുന്ന ഒരു പ്രധാന പരിപാടിയാണത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, പഠിച്ചവരല്ല കേട്ടോ, പഠിച്ചവർ അടിപൊളിയായിട്ട് അത് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു കോഴ്സും കഴിയാതെ ഉടനെ എങ്ങനെ വെക്കും, ഇന്ന ആള് നിങ്ങളുടെ ഭാവി പ്രവചിക്കുന്നു എന്ന് പറയുന്നു. അത് ഈ രീതിയിലാണ്. ഓക്കെ, എന്തായാലും വളരെയധികം നന്ദി. ക്ലാസ് ഉടനെ ഉണ്ടോ? 3-ാം തീയതിയാണ് നമ്മുടെ ക്ലാസ്. അത് ഞാൻ അനൗൺസ് ചെയ്യുന്നത്. ഈ 3 ദിവസത്തെ ഒരു വിപുലമായിട്ടുള്ള ഓൺലൈൻ കോഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. മെന്റലിസത്തിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കോഴ്സാണ്. ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ? സോറി, തെറ്റിപ്പോയി. ഓഫ്ലൈൻ, സോറി ഓൺലൈൻ, തെറ്റിപ്പോയിട്ടില്ല. ഓഫ്ലൈൻ അല്ല, ഓൺലൈൻ ആണ്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്ലൈൻ സെഷൻ ആണ് വേണ്ടത്. പക്ഷെ ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് ദൂരെ നിന്ന് വന്ന് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ട് നമ്മളത് ഓൺലൈൻ എല്ലാം അതിലൊരു ദിവസം ഫ്രീ ഫോം ഉണ്ടാവും. ഒരു ദിവസം ഫ്രീ ഫോമിന് ചെറിയൊരു പോർഷൻ എടുത്ത് തീർത്തു. അപ്പൊ അതിനകത്ത് ഫ്രീ ഫോം ഉണ്ട്, ഗിമിക്സ് വെച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ഗിമിക്സ് എങ്ങനെയാണ് വാങ്ങേണ്ടത്, ഗിമിക്സ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാണിച്ചു തരും. ഒരു 10 ട്രിക്സ് നമുക്ക് ഉണ്ടാവും. ഒരു സ്റ്റേജ് പെർഫോമൻസ് 45 മിനിറ്റ്സിൽ നിങ്ങൾക്ക് നിന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും പഠിക്കും. ഓക്കെ, അപ്പൊ അത് പരമാവധി ആളുകളായിട്ട് ജോയിൻ ചെയ്യുക. അത് നമുക്ക് വിംബിളിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതായിട്ട് നിങ്ങൾക്ക് സർ 8:30 മുതൽ 9 വരെ എന്ന് പറയും. ചിലപ്പോൾ അത് 10 മണിയൊക്കെ ആവും. അപ്പോ 8:30 അതെ അതെ 3 ദിവസത്തെ ക്ലാസ് ഉണ്ടാവും. 3 ദിവസത്തോടു കൂടി നിങ്ങൾ ഒരു മെന്റലിസ്റ്റിന്റെ എല്ലാ കാര്യങ്ങളും കിട്ടും. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റും കിട്ടും. എന്തോ കേട്ടില്ല. അതിന്റെ ഫീസിന്റെ കാര്യം ഒന്ന് പറയൂ. ഫീസ് എനിക്ക് തോന്നുന്നു ആദ്യം ചേരുന്നവർക്ക് ഒരു 100 രൂപ ലെസ് ഉണ്ടെന്ന് തോന്നുന്നു. 900 രൂപയാണ് അതിന്റെ ഫീസ്. ഒരു ദിവസം 300 രൂപയാണ് ക്ലാസ്സിന് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ 1000 രൂപയ്ക്ക് താഴെയുള്ളൂ നിങ്ങൾക്ക് ഈ 3 ദിവസത്തെ സെമിനാർ വിത്ത് സർട്ടിഫിക്കറ്റ്സ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് സൗകര്യപ്രദമാകുന്ന രീതിയിൽ ജോയിൻ ചെയ്യുക. അപ്പൊ എനിവേ എല്ലാവർക്കും നന്ദി. ഈ ഒരു ഫ്രീ വെബിനാറിൽ വരാനും പാർട്ടിസിപ്പേഷൻസ് നിങ്ങൾ വന്നെത്തി നിങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പോയെന്ന് വളരെ ഉപകാരം. നിങ്ങളുടെ ജീവിതത്തിലും അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലയൻസിനും ഇത് പ്രയോജനപ്രദമാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു. ചോദിച്ചോളൂ. വേറൊന്നുമല്ല, ഈ മെന്റലിസം എന്ന് പറയുന്നത് നമ്മൾ എവിടെ നിന്നാ പഠിക്കുക? ഇതെന്താ ഒരു ഡിഗ്രി ആണോ ഇത്? അതിനായിട്ട് കോഴ്സുകൾ ഒരിക്കലും ഇതിനകത്തൊരു ഡിഗ്രിയും ഇല്ല, ഒന്നുമില്ല. പണ്ട് വിദേശ രാജ്യങ്ങളില് അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിൽ ഇത് പഠിപ്പിച്ചിരുന്നു, ചില യൂണിവേഴ്സിറ്റികൾ. അവിടെ പോയി പഠിച്ച ആളുകൾ ഇവിടെ വന്നിട്ട് അത് പ്രചാരത്തിലാക്കി. ഇപ്പൊ ഇതിനങ്ങനെ ഒരു അംഗീകൃതമായ ഡിഗ്രി ഒന്നുമില്ല. നമ്മൾ ഇതുപോലെ എവിടെയെങ്കിലും ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മെന്റലിസ്റ്റുകളായിട്ട് അറിയപ്പെടുന്നു. പ്രത്യേകിച്ച് ഇതുകൊണ്ട് ഗവൺമെന്റ് ജോബൊന്നും കിട്ടാനില്ലല്ലോ. പക്ഷെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ MA സൈക്കോളജി കഴിഞ്ഞവർക്ക് ഇതൊക്കെ പഠിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ക്ലയന്റിനെ നല്ല രീതിയിൽ ഡീൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, മറ്റേതെങ്കിലും പ്രൊഫഷൻസ് ഉള്ളവർക്കും പറ്റും. ഇപ്പൊ ഓൺലൈൻ നടത്തിയാലും അടുത്തിടെ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിനെ പറ്റി സാറൊന്ന് ചിന്തിക്കട്ടോ. തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോ പഠിക്കുന്നത് ലെവൽ 1 ആണ്. ബേസിക് ലെവലുള്ള മെന്റലിസം ആണ് നമ്മൾ പഠിപ്പിക്കുന്നത്. എങ്കിൽ പോലും അതിൽ അഡ്വാൻസ് ലെവലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ 4th എന്ന് പറയുന്നത് നമ്മൾ ഓഫ്ലൈൻ വിംബിൾ വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ 3 ബാച്ചായി ഇപ്പൊ ഞാനൊരു 5 ബാച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള കുറച്ച് ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ലൊരു അഡ്വാൻസ് ലെവലുള്ള ഒരു കാര്യം ഓഫ്ലൈൻ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അത് ഈ ഓൺലൈൻ കഴിഞ്ഞവർക്ക് മാത്രമേ അത് അവിടെ പ്രവേശനം ഉണ്ടാവുള്ളൂ.
അവർക്ക് മാത്രം ലിങ്ക് ഷെയർ ചെയ്യുള്ളൂ. ഓക്കെ സർ. ഓക്കെ. മലപ്പുറത്ത് മാത്രം വെച്ചിട്ടാണ് മിക്ക സമയത്തും ഓഫ്ലൈൻ ക്ലാസ്സുകൾ പിമ്പിളിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അത് അല്ല, ഇവിടെ തൃശ്ശൂർ പോസിബിൾ ആവില്ല. ചന്ദ്രപിന്നിലാണ് നമ്മൾ ഹിപ്നോതെറാപ്പിയുടെ ഓഫ്ലൈൻ ക്ലാസ് എടുത്തു കഴിഞ്ഞത്. തൃശ്ശൂര് പിന്നെ മലപ്പുറം ഈ 2 കേസിലാണ് ഉള്ളത്. പാലക്കാടൊന്നും വരാത്തത് എന്താ? അങ്ങനെയൊന്നും ആലോചിക്കുന്നില്ല. അതെന്താ വെച്ചാൽ അക്കാഡമിക് ബ്രാഞ്ചസ് ഉള്ളത് ഈ 2 സ്ഥലത്ത്, അതുകൊണ്ടാണ്. ഈ 2 സ്ഥലത്തേ ഉള്ളൂ, പക്ഷെ അതുകൊണ്ടാണ്. സ്റ്റുഡൻസ് വൈഡ് ആണല്ലോ, അതുകൊണ്ട് പിന്നെ വേറൊരു ഡിസ്ട്രിക്റ്റിലും കൂടെ ഒന്ന് അതായത് മിനിമം പ്രവേശിക്കാനും. നമുക്ക് ഒരു 20 പേര് മുകളിലുണ്ട് ഒരു ജില്ലയിൽ സർ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. ഞങ്ങൾക്ക് തന്നെയാണ് പറയാനുള്ളത്. സെയിം പാലക്കാട് വരാത്തത് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ. ഞങ്ങൾക്ക് തിരിച്ചു ഞാൻ വരാൻ ട്രെയിൻ അക്കാര്യം കിട്ടാത്ത അവസ്ഥ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതുകൊണ്ടാണ്. ഞാൻ അക്കാര്യം അക്കാഡമിക് കൗൺസിലിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം. പാലക്കാട് ഏരിയയിൽ ഞങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ വരാൻ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ട്രെയിനുകൾ ഇപ്പൊ എല്ലാ സമയത്തും ഉണ്ടാവില്ല. തിരിച്ച് ഞങ്ങൾ എത്തുന്ന സമയത്ത് ഒരുപാട് ഡിലേ ആകുമ്പോൾ, പ്രത്യേകിച്ച് സൺഡേസ് ഒക്കെ ആകുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ വളരെ കുറവായിരിക്കും ഞങ്ങൾക്ക്. ശരി, ഇപ്പൊ സൺഡേ പിന്നെ അല്ലാത്ത പിറ്റേ ദിവസം ദിവസങ്ങളിൽ വർക്കിംഗ് നിങ്ങൾ ഡേ ഓക്കെ ആണോ? ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് ലേറ്റ് ആയി. എന്താണ് സൺഡേ അല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾ ഓക്കെ ആണോ? സൺഡേ അല്ലാത്ത ദിവസം നമുക്ക് ഇതാണ് മെയിൻ പ്രശ്നം. ട്രാൻസ്പോർട്ടേഷൻ അത് വലിയൊരു ഇഷ്യൂ ആണ്. തിരിച്ചെത്താൻ ചിലപ്പോൾ നമുക്ക് കൂടെ വരാൻ ആരും ഉണ്ടാവില്ല. തീരെ കിട്ടാതെ ആവുമ്പോൾ നമുക്ക് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സസ് എന്നുള്ളത് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിട്ട് പങ്കെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇത് റെക്കോർഡ് ക്ലാസ് ആണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ സാറ് കേൾക്കും. പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾ ഡേ ക്ലാസ് ആയിരിക്കുമോ? സാർ, നമ്മൾ 1 ഡേ ക്ലാസ് വെക്കുള്ളൂ. അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4:30 വരെ കണ്ടിന്യൂസ് ക്ലാസ് ആയിരിക്കും. നമുക്ക് ആകെ ലഞ്ചിന് മാത്രമാണ് ഒരു ബ്രേക്ക് തരുള്ളൂ. ബാക്കി ഫുള്ള് നമ്മൾ ക്ലാസ് ആയിരിക്കും. അങ്ങനെയാണ് ഹിപ്നോതെറാപ്പി ക്ലാസ് നമ്മൾ വെക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഗ്യാപ്പും കിട്ടില്ല. കാലിക്കറ്റ് കുറേ കൂടി കൺവീനിയന്റ് അല്ലേ അങ്ങനെയാണെങ്കിൽ? കാലിക്കറ്റ് ഉണ്ട്, കാലിക്കറ്റ് നടത്തുന്നുണ്ട്. അപ്പൊ നിങ്ങളത് സാറിനോട് പറയുന്നതനുസരിച്ചാ. ഭൂരിഭാഗം സ്റ്റുഡൻസ് തൃശ്ശൂർ പറയുമ്പോൾ തൃശ്ശൂർ വെക്കും. അത് കാലിക്കറ്റ് ആണെങ്കിൽ നമുക്ക് കാലിക്കറ്റിലാകുമ്പോൾ നമുക്കൊരു ഹിപ്നോതെറാപ്പിയും മെന്റലിസം ഒക്കെ ശരിക്കും 2 ദിവസത്തെ ക്ലാസ് കൊണ്ട് വേണം പഠിപ്പിക്കാൻ. അപ്പൊ സ്റ്റേ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഒരു ദിവസം കൊണ്ട് തീർക്കുന്നത്. നിങ്ങളെല്ലാം സ്റ്റേ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ 10 പേരുള്ളോ എങ്കിൽ പോലും നിങ്ങൾ പേര് കൊടുത്തു കഴിഞ്ഞാൽ ഓഫ്ലൈൻ നമുക്ക് നിങ്ങളുടെ ജില്ലയിൽ വെക്കാം. ഓഫ്ലൈന് വെറും മെന്റലിസം മാത്രം സെപ്പറേറ്റ് അല്ലേ? ഹിപ്നോട്ടിസം സെപ്പറേറ്റ് അങ്ങനെയല്ലേ? അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാല് ഒരു 2 ഡേ ക്ലാസ് വെച്ചിട്ട് 1 ഡേ ഹിപ്നോട്ടിസം, 2nd ഡേ മെന്റലിസം. അപ്പൊ നിങ്ങൾ ഒരേ ടൈമിൽ മെന്റലിസം ഹിപ്നോട്ടിസം രണ്ടിനും സർട്ടിഫിക്കറ്റ്. അതിൽ വേണം ഞങ്ങൾക്ക് സെലക്ട് ചെയ്യാം. മെന്റലിസം മാത്രം സെലക്ട് ചെയ്യും. മെന്റലിസം മാത്രം സെലക്ട് ചെയ്യാണ് 2nd ഡേ വരിക, ഹിപ്നോട്ടിസം മാത്രം സെലക്ട് ചെയ്യാണ് 1st ഡേ വരിക. അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്നതിനനുസരിച്ചിട്ടാണ് സാർ എന്നോട് പറയുക. അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് ഇതൊന്ന് ഫീഡ്ബാക്ക് ആയിട്ട് നിങ്ങളൊന്ന് കൊടുക്കണം കേട്ടോ. തീർച്ചയായിട്ടും. അപ്പൊ ഞങ്ങൾ ക്ലാസ്സിൽ വരുന്നവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അവിടെ? പിന്നെ അതാണ് ഇതിന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യം. ഞാൻ എന്റെ സൂപ്പർവിഷനിൽ നിങ്ങൾ 2 പേരും ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അതായത് ഇപ്പൊ 2 ഗ്രൂപ്പായി, ഇപ്പൊ നിങ്ങൾ വരുന്ന 10 പേരെ വന്നെങ്കിൽ അവർ 5 ഗ്രൂപ്പായിട്ട് അപ്പുറത്തും ചെയറിട്ട് ഇരുത്തും. അതിൽ ഒരാള് പാർട്ടിസിപ്പന്റും ഒരാൾ ചെയ്യുന്ന ആളായിട്ട് മാറും, സ്പെക്ടേറ്റർ ഒക്കെ ആയിട്ട് മാറും. അതിനുശേഷം നിങ്ങൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യിപ്പിക്കും. അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക്, സ്ക്രിപ്റ്റ് എങ്ങനെ പറയണം, എങ്ങനെ ഹിപ്നോട്ടിസം ആണ് എങ്ങനെ ചെയ്യണം, സജഷൻ എങ്ങനെ കൊടുക്കണം, എങ്ങനെയാണ് അതിന്റെ ഇൻഡക്ഷൻ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അവേക്കനിങ് സ്റ്റേജ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പൊ ഇതിലെ ഏറ്റവും ഒരു ഗുണം എന്ന് പറഞ്ഞാൽ മറ്റ് സെന്ററുകൾ നടത്തുന്നത് പോലെ 5000-10,000 ഒന്നും ഇവിടെ ഇല്ല. അതാണ് നിങ്ങളുടെ ഏറ്റവും ചുരുങ്ങിയ ഫീസിലാണ് ഇവരിത് നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് മാക്സിമം പാർട്ടിസിപ്പൻസ് ഉണ്ടെങ്കിലേ നമുക്ക് ഒരാളവിടെ വരെ വരണമല്ലോ, വന്ന് പഠിപ്പിക്കണം, റൂം, ഭക്ഷണം എല്ലാം ഇതിനകത്ത് ഒഴിക്കണ്ടേ. അപ്പോൾ നിങ്ങളെ എണ്ണം കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സെഷൻ നിങ്ങളുടെ ജില്ലയിൽ വന്നിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. പ്രിന്റഡ് നോട്ട്സും ഉണ്ടാവൂല്ലേ? ഉണ്ട്. നിങ്ങൾക്ക് നോട്ട്സ് അടക്കാണെങ്കിൽ തരും. നോട്ട്സ്, സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഉണ്ട്. നിങ്ങൾ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ വെറുതെ ഒരു പെൻ കൈപിടിച്ച് വന്നാൽ മതി. ബാക്കിയൊക്കെ അവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. ഹിപ്നോസിസം തെറാപ്പറ്റിക് ആണോ അല്ലെങ്കിൽ റാപ്പിഡ് ആണോ പഠിപ്പിക്കുന്നത്? അല്ല, നമ്മള് എല്ലാം കവർ ചെയ്യണം. ചിലർക്ക് ഇപ്പൊ മെയിൻ ആയിട്ട് ഹിപ്നോ തെറാപ്യൂട്ടിക് ആയിട്ടാണ് നമ്മൾ ഹിപ്നോ തെറാപ്പി ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ സ്റ്റേജും സ്ട്രീറ്റ്സും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. നമ്മൾ നോട്ടീസും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. മെയിൻലി ഫോക്കസ് ചെയ്യുന്ന സ്ട്രെസ്, ആൻസൈറ്റി, ഫോബിയ, അതുപോലെ തന്നെ വേരിയസ് ആയിട്ടുള്ള മെന്റൽ ഡിസോർഡേഴ്സിന് എങ്ങനെയാണ് ഹിപ്നോതെറാപ്പി കൊടുക്കേണ്ടത്, അതിന്റെ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് പറയേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ.